കാവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കാവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ടാ ഉണ്ടാ ഉണ്ടാ. അപ്പോ നമ്മുടെ ഡിസ്കഷൻ റൗണ്ടിലെ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ജിൻഡോ ഈ കഴിഞ്ഞ ആഴ്ച വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മൾ ആ മനുഷ്യനിൽ കണ്ടത്. ഞാൻ വളരെ അധികം ക്യൂട്ടിയായിട്ടും ഒക്കെ നമുക്ക് തോന്നി, ഒരുപാട് പേർ അങ്ങനെ തോന്നി. കബളിപ്പിക്കപ്പെട്ടോ എന്ന് നമുക്ക് ഇപ്പോൾ തോന്നുന്ന ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസും നമ്മൾ കാണുന്നുണ്ട്. പുള്ളിയുടെ പവർ ടീമിലേക്കുള്ള വളർച്ച വിച്ച് വാസ് കൈൻഡ് ഓഫ് നൈസ് ടു സീ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ലീഡറുടെ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ്റെ, ഒരു പവർ ടീം അംഗത്തിൻ്റെ പവറുകളുടെ ഒരു ദുരുപയോഗം പോലെയും ഒക്കെ നമുക്ക് തോന്നി തുടങ്ങി. ഇപ്പോൾ ജിൻഡോയുടെ പുതിയൊരു മുഖം നമ്മൾ കാണുകയാണോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷൻ റൗണ്ടിൻ്റെ ലാസ്റ്റ് ടോപ്പിക്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ റിയാസിനെ കൊണ്ട് തന്നെ തുടങ്ങാം അതിൽ. ഓക്കെ, തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം നോട്ട് എ ജിൻഡോ സപ്പോർട്ടർ. ഐ തിങ്ക് ഞാൻ ഇവിടെ ഐ ഡോണ്ട് ഹാവ് എ ഫേവറേറ്റ് ഇൻ ബിഗ് ബോസ് സീസൺ 6. ഫേവറേറ്റ് പോയിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ പോലും അതിനകത്തില്ല. സോ വാട്ട് എവർ ഒപ്പീനിയൻസ് ഐ എം സേയിങ് അത് ചിലപ്പം അടുത്ത ആഴ്ച മാറാം അക്കോർഡിംഗ് ടു അവിടെ എന്ത് നടക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട്. ഐ റിമെമ്പർ ലാസ്റ്റ് ടൈം നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ ഐ വാസ് സേയിങ് സംതിങ് അബൌട്ട് ജിൻഡോ ദാറ്റ് എന്താണ്. And I'm seeing that what I was trying to say is എന്താണ്, അവിടെയുള്ള പല ആൾക്കാരും ഫേക്ക് ആയിട്ട് കളിക്കുമ്പോൾ ജിൻഡോന്റെ മണ്ടത്തരം ഇസ് റിയൽ ബിക്കോസ് ജിൻഡോക്ക് മണ്ടത്തരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് വാസ് ഇൻ എ വെരി ബിഗ് കോംപ്ലിമെന്റ്. പക്ഷെ അതിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുമ്പോൾ സൗണ്ട്സ് ലൈക്ക് ഞാൻ പറഞ്ഞില്ല അത് തീരെ കോംപ്ലിമെന്റ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഐ സെഡ് സംതിങ് നൈസ് അബൌട്ട് ജിൻഡോ ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ഐ സെഡ് ദാറ്റ് ബിക്കോസ് തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിലാണ് അത് ഞാൻ എപ്പോഴും ആരെല്ലാം കുറിച്ച് പറയുന്നെങ്കിൽ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആൻഡ് ഐ റിയലൈസ് ദർ ഇസ് സോ മച്ച് ട്രാക്ഷൻ, മില്യൺസ് ഓഫ് വ്യൂസ് ഫോർ ദാറ്റ് റീൽസ് ആൻഡ് സ്റ്റഫ്. ആൻഡ് ഐ എം ക്ലിയർലി ടെല്ലിങ് യു ഐ ഡോണ്ട് ലൈക്ക് ജിൻഡോ മച്ച്. ഐ ഡോണ്ട് ലൈക്ക് ജിൻഡോ അറ്റ് ഓൾ ബിക്കോസ് ഞാൻ പലത് പുറത്തുനിന്ന് കേൾക്കുന്ന ഇറ്റ്സ് ഓൾ പേഴ്സണൽ സ്റ്റഫ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഈവൻ ഇൻ ദ ഗെയിം ഐ എം സീയിങ് പുള്ളിക്കാരൻ ആദ്യം he acted all dumb and we are all like how dumb is this guy. Then after that they started, we felt നമുക്കെല്ലാം തോന്നി there is a cuteness in us because there was a cuteness. നമുക്കെല്ലാവർക്കും ആ ക്യൂട്ട്നെസ് ഇഷ്ടപ്പെട്ടു, നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു, കണ്ട് ചിരിച്ചു. ആൻഡ് ഈവൻ ഓഡിയൻസിന് അത് ഇഷ്ടമാവുന്നുണ്ടെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് വീക്കെൻഡിൽ ആ ഫുൾ സെറ്റപ്പ് പോലും നടന്നത്. മനസ്സിലായില്ലേ? അത് ജിൻഡോവിന് എന്ത് ചെയ്തു, അവിടെയാണ് ആ മെയിൽ ഈഗോ നമ്മൾ കുറച്ചു മുമ്പേ ഡിസ്കസ് ചെയ്ത സാധനം. എക്സാക്ട്ലി ജിൻഡോന് മനസ്സിലായി ദാറ്റ് ഈസ് വർക്കിംഗ് നൗ. ജിൻഡോ മൈറ്റ് ബി ഗെറ്റിംഗ് സെലിബ്രേറ്റഡ്, പീപ്പിൾ ആർ ലൈക്കിംഗ് ഇറ്റ്. ദെൻ ജിൻഡോ പവർ ഹൗസിൽ കയറി മണ്ടത്തരം, യു ആർ ബീങ് മണ്ടൻ, ഓക്കെ. പക്ഷേ വെൻ യു ഹാവ് എൻ അതോറിറ്റി ദെൻ യു ആർ ബീങ് മണ്ടൻ. That is a problem. That's when you realize how fucking annoying it is. First of all, that's not a school. ഒരു കോണ്ടന്റ് ഉണ്ടാവേണ്ട ഒരു സ്ഥലമാണ്. 9:30 ലൈറ്റ് ബിഗ് ബോസ് ഹൗസിൽ ഓഫ് ആവുമ്പോ പോയി കിടന്ന് ഉറങ്ങാന്ന് പറയാൻ തന്റെ തറവാടൊന്നും അല്ല അത്. പിന്നെ അവിടെ എന്ത് ഒന്നാതെ അവിടെ കോണ്ടന്റ് ഇല്ല ബിക്കോസ് ഓഫ് യുവർ പേഴ്സണാലിറ്റീസ്. ബിഗ് ബോസ് ക്യാമറ എടുത്ത് ഏതെങ്കിലും മൂലയ്ക്ക് കയറി കിടന്ന് ഉറങ്ങണം. ഇവിടെ പുറത്ത് കിടന്ന് ഉറങ്ങാൻ പാടില്ല. വൈ ഇസ് ദാറ്റ് എ പ്രോബ്ലം? പുറത്ത് കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിയും ജാൻമണിയും കൂടി സിഗരറ്റ് വലിക്കാൻ പോകുന്നു. അല്ല, പുറത്ത് കിടന്ന് ഉറങ്ങാൻ അത് ബാക്കിയുള്ളവർ അനുസരിക്കേണ്ട കാര്യമില്ല, അയാൾക്ക് പറയേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇസ് ദ ഹോൾ പോയിന്റ്. കാരണം ഇപ്പൊ റൂംസ് സ്വിച്ച് ചെയ്ത് കിടന്നാല് സിൻസ് ദർ ഇസ് എ പവർ റൂം ദർ ആർ സെഗ്മെന്റ്സ് ലൈക്ക് ദാറ്റ് മേക്ക് സെൻസ്. പക്ഷെ പുറത്ത് ആര് കിടക്കണം തീരുമാനിക്കുന്ന യു കാൻ ഡിസൈഡ് എവിടെ ഇരിക്കണം. യു കാൻ ഡിസൈഡ് ഇറ്റ്. ആൻഡ് ആവശ്യമില്ലാത്ത കാര്യത്തിനെല്ലാം ചുമ്മാ ആൾക്കാർ അറ്റാക്ക് ചെയ്യണം. ഈവൻ നോറനൊക്കെ ചുമ്മാ അറ്റാക്ക് ചെയ്തു. ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് എഴുന്നേറ്റ് വന്ന് പണിഷ്മെന്റ്, ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇന്റർവ്യൂൻ ചെയ്തു. 5 ദിവസം പാത്രം കഴുകണം. സംസാരിക്കുന്ന BB+ കണ്ടു അവര് മറ്റേ ഗ്രോസറി സെലക്ട് ചെയ്യണം, ലക്ഷറി ഐറ്റം സെലക്ട് ചെയ്യാണ്. Jindo's being a dumb, he is not able to do any contribution even after being a powerhouse member. അപ്പൊ അവിടെ ഇരിക്കുന്ന ശ്രീലേഖനെ കൂടെ ഹെൽപ്പിന് വിളിച്ചു. ശ്രീലേഖൻ റശ്മിൻ ഭായ് ഈസ് ഡൂയിങ് സംതിങ് ആൻഡ് പീപ്പിൾ ആർ റിയൽ. അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല, ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇൻപുട്ട് വേണ്ടിയിരിക്കാം. അപ്പൊ അവർ ദേ ആർ ട്രൈങ് ടു ഗിവ് ഇൻപുട്ട്. ചില ആൾക്കാർ പരസ്പരം സംസാരിക്കും. ബിഗ് ബോസ് അനൗൺസ് ഇൻപുട്ട് കൊടുക്കാൻ പാടില്ല. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രോപ്പർലി നോക്കി വായിക്കേണ്ട ഒറ്റ പണി അംഗീകരിക്കണ്ടായിരുന്നുള്ളൂ. അതുപോലും ചെയ്യാതെ ദെൻ ഈസ് ലൈക്ക് ആരാ സംസാരിച്ചത്, എഴുന്നേക്കൂ 5 ദിവസം പാത്രം കഴുകൂ.
who the fuck do you അത് think you are? മാത്രമല്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണല്ലോ ജിൻഡോ ഈ സംഭവം ചെയ്യാൻ പോയത്. അപ്പോഴേക്ക് പറഞ്ഞു നാളെ ഇവിടെ ദോശ ചൂടാൻ മാവില്ല, അതെല്ലാം മേടിക്കണം. എന്നിട്ട് നൈസായിട്ട് അതിന്റെ കാണുന്നില്ല ചെറിയ മുളക് കറിവേപ്പില ഇതൊക്കെയാണ് അവിടെ വേണ്ടത്, മാവ് ഇതൊന്നും And people are like, what the fuck? എല്ലാരും That's why they were talking. അയ്യോ അയ്യോ തലയൊക്കെ ഇല്ല, വെച്ചിരിക്കുക. ഇത് എനിക്ക് കുറച്ച് വിഷമമായി തവണ ഇത് കണ്ടപ്പോഴത്തേക്കും. കാരണം അയാളെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. ഞാൻ പുറത്തുനിന്നുള്ള ഒപ്പീനിയൻസ് ഞാനും കുറേ കേട്ടായിരുന്നു. ഞാൻ പിന്നെ അത് കാര്യമാക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെപ്പറ്റി അയാളുടെ പുറത്തുള്ള സ്വഭാവത്തിനെ പറ്റി നമ്മൾ സംസാരിക്കാനും നിൽക്കുന്നില്ല, നമ്മൾ അന്വേഷിക്കാനും നിൽക്കുന്നില്ല. ഇറ്റ്സ് എ ഫ്രിക്കിംഗ് ഗെയിം, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗെയിമിനെ മാത്രം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഹി വാസ് എ വെരി ക്യൂട്ട് പേഴ്സൺ. വളരെ ഉള്ളിലൊരു നന്മ ഉള്ള പോലെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് കിട്ടി. ആ നന്മ നമുക്ക് കുറേ കിട്ടി. കാരണം അയാൾ ഈ പറഞ്ഞ ലാലേട്ടൻ ഒരു മണ്ടൻ അവാർഡ് പുള്ളിയുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ പുള്ളിക്കുണ്ടാകുന്ന വിഷമവും, അത് കഴിഞ്ഞിട്ട് അയാളുടെ ഒരാഴ്ചത്തെ പരിശ്രമവും, അത് കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മേനെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്രീഷിയേഷൻ തരുമെന്ന്, അതൊക്കെ ഭയങ്കര ക്യൂട്ട് തന്നെ ആയിരുന്നു. ഒരു നിഷ്കു സ്റ്റഫായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ പുള്ളി മറ്റേ സിഗരറ്റ് വലിക്കുന്ന അവിടെ കിടന്ന് ഉറങ്ങുക. പുള്ളി ഞാനും ഉറങ്ങിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ എല്ലാവരും, ഞാൻ വിചാരിച്ച ആരെങ്കിലും മെക്കിട്ട് കയറി കളയുന്നു. ഇത് നേരെ മുകളിലെ ക്യാമറ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാം, പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. കൂർക്കം വലിക്കുന്ന ശബ്ദം ഉണ്ടായിരുന്നു. ഇതല്ല, ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളുടെ ഒരു ത്രെഡിന്റെ തുടക്കം ഞാൻ ഇട്ട് തരാം. ഇവിടുന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇവനെ ഈ ഉറങ്ങി പട്ടി കുറച്ച് പൊക്കി. ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി അവിടെ ഇങ്ങനെ വട്ടത്തിലിരുന്നപ്പോൾ ഒരു വർത്തമാനം പറഞ്ഞു, ഇവനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നോറ എന്തോ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണല്ലോ, ഇനി നിങ്ങളെല്ലാവരും ഞാൻ അനുഭവിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതിന് ശേഷം ആണ് എല്ലാ സ്ഥലത്തും, ഇപ്പോൾ വെജിറ്റബിൾസിൻ്റെ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ അവിടെ നിന്നാണെങ്കിലും രാത്രിയിലെ ഇഷ്യൂ ആണെങ്കിലും എല്ലാത്തിനും നോറ. അതും ഇവരെ ഒന്ന് കോൾ ഔട്ട് ചെയ്തപ്പോഴത്തേക്കും മച്ചാൻ്റെ കംപ്ലീറ്റ് സിസ്റ്റം അങ്ങനെ ഇളകിപ്പോയി. അതുമാതിരിയായിരുന്നു. അപ്പം വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് ബിഗ് ബോസിനകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, ഒരു നല്ല ലീഡർ എന്ന് പറയുന്നത് ആരുടെയും കാർന്നോര് കളിക്കണതല്ല. ആരും ആരുടെയും കാർന്നോരൊന്നുമല്ല. ഇവർ തമ്മിൽ നേരത്തെ പരിചയമുള്ള ആൾക്കാർ ഉണ്ടോയെന്ന് ഇല്ലയെന്ന് പോലും നമുക്കറിയില്ല. പരിചയം ഉണ്ടെങ്കിൽ തന്നെ വളരെ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പരിചയം ഉണ്ടാവാനേ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു പവർ ടീം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ക്ലാസ്, ഇത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ക്ലാസ് റൂമിൽ ക്ലാസ് ലീഡർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോലും ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു ടീമിനെ ലീഡ് ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ അത് ഞാൻ അവിടുന്ന് തന്നെ തുടങ്ങുകയാണ്. ഈ പറഞ്ഞ പോലെ ഒരു ടീം ലീഡർ അല്ലെങ്കിൽ ഒരു പവർ ടീം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഈ പറഞ്ഞ റെസ്പെക്റ്റ് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് കുറച്ച് അങ്ങോട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ടീമിനെ നമ്മൾ ക്രിറ്റിസിസം നമുക്ക് പല രീതിയിൽ ചെയ്യാം, അല്ലേ? ഇപ്പോൾ ഭയങ്കര ചൂടായിട്ട് ഇപ്പോൾ റോക്കി ചെയ്ത പോലെ നമുക്ക് ചാടി ചെയ്യാം. അതല്ല, ഒരു ഇച്ചിരി ക്ഷമയോടുകൂടി നമ്മൾ ക്രിറ്റിസിസം ചെയ്താൽ നമ്മൾ അവരോട് കാണിക്കുന്ന ആ കൺസിഡറേഷനും കേർട്ടസിക്കും ഉള്ള അത് ഓട്ടോമാറ്റിക്കലി ഏതൊരു ഹ്യൂമൻ്റെ കയ്യിൽ നിന്നും തിരിച്ചു കിട്ടും. എസ്പെഷ്യലി ജിൻഡോയ്ക്ക് അത് ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരമായിരുന്നു. കാരണം ജിൻഡോയ്ക്ക് വളരെ അങ്ങനത്തെ ഒരു ഇമേജും കൂടിയായിരുന്നു. കുറച്ച് മര്യാദ അങ്ങോട്ട് കൊടുത്തിരുന്നെങ്കിൽ, കുറച്ച് ബഹുമാനം അങ്ങോട്ട് കൊടുത്തിരുന്നെങ്കിൽ അത് കുറേ അധികം തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു. കലം ഉടച്ചു കളഞ്ഞു തീർച്ചയായിട്ടും. അതിൽ കുറേ പുള്ളിയുടെ കുറേ ഈ ഉള്ളിൽ കിടക്കുന്ന കുറേ സാധനങ്ങൾ പുറത്ത് വരുന്ന പോലെ ഒരു ജിൻഡോ ആരാധകൻ എന്ന് ഞാൻ ആദ്യത്തെ ആഴ്ച വിളിച്ചത്. നീ എന്നോട് ചോദിച്ചതാ അവൻ്റെ ഫോട്ടോ എൻ്റെ പേഴ്സിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാനിവിടെ ഒന്നും പറയണ്ട, ഞാനിരുന്ന് ചിരിച്ചതായിരുന്നു. കാരണം അത് ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷെ ഇന്ന് ഞാനത് മാറ്റി പറയാൻ തീരുമാനിക്കുന്നു. തീർച്ചയായിട്ടും ഐ ഫീൽ ലൈക്ക് ഒരു ലീഡർ എന്ന് പറയുന്നതിന്റെ വേർസ്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് ജിൻഡോ. കാരണം ജിൻഡോയ്ക്ക് വീട്ടിലെല്ലാവരും മണ്ടനെന്ന് വിളിച്ചത് റോങ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ കിട്ടിയ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് ആർക്കും ഇത്രയും കോയിൻസിഡൻസ് ആയിട്ട് ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ട് അത് ഏറ്റെടുത്ത രീതി കണ്ടപ്പോൾ എല്ലാവരും, ഓഡിയൻസ് ആണെങ്കിലും വീട്ടിനകത്തുള്ളവരാണെങ്കിലും വിചാരിച്ചു അതിൻ്റെ അറ്റ്മോസ്റ്റ് ലെവലിൽ പുള്ളി ചെയ്ത് കാണിക്കും എന്നുള്ള വമ്പൻ എക്സ്പെക്ടേഷനുമായിട്ട് തിങ്കളാഴ്ച രാവിലെ ഹോട്ട്സ്റ്റാർ എടുത്ത് നോക്കിയപ്പോൾ കണ്ടത് നേരെ ഉൾട്ടയാണ്. കാരണം വെറുതെ വായിട്ടലൊക്കെയാണ്, ചുമ്മാ നടന്ന് ചൂടാവുന്നു. പുള്ളിയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ പവർ എന്ന് പറഞ്ഞ ഇതാണ്, വെറുതെ ഇങ്ങനെ എല്ലാവരും ഭരിക്കുക, ഞാൻ ഇവിടുത്തെ ഏതോ വലിയ ഏമാനാണ്, നീയൊക്കെ ഞാൻ പറയണ കേട്ട് ഉടുത്താലും മതി എന്നുള്ള രീതിയിലങ്ങ് ഡയലോഗ് അടിക്കുകയാണ്. അപ്പോൾ അത് പുള്ളി അഗൈൻ ഇവിടെ പെട്ടുപോണത് ഈ റസ്മിൻ ബായി ആണ്. അത് പെട്ടുപോകലല്ല, ആക്ച്വലി എ വെരി ഗുഡ്. എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരിക്ക് നല്ല എബിലിറ്റി ഉള്ള, ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ളൊരു ലീഡർ ആവാൻ നല്ല ക്വാളിറ്റി ഉള്ള ഒരാളാണ്.
അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവർ ചെയ്യേണ്ടതാണ്. ഷീ ഈസ് എ വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. പുള്ളിക്കാരി കറക്റ്റ് മനസ്സിലാവേണ്ട സാധനങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരി The thing is, ചെയ്യുന്നുണ്ട്. പക്ഷേ ഷീസ് നോട്ട് ടേക്കിംഗ് ദാറ്റ് ആക്ഷൻ. ദാറ്റ് ഇസ് എ പ്രോബ്ലം. ഇപ്പം ഈ ഗ്രോസറി സെലക്ട് ചെയ്യുമ്പോൾ കാര്യം നടന്നപ്പോൾ വെൻ ജിൻഡോ വാസ് ബീങ് അൺഫെയർ, അവക്കത് ഓപ്പൺലി പറയാൻ പറ്റത്തില്ല. മാറ്റി വിളിച്ചുകൊണ്ടെന്ന് പറയുന്നു, പറഞ്ഞിട്ട് റൂമിൽ പോയി ഷീ സ്റ്റാർട്ട് ക്രൈങ്. Because they don't want to. അവര് രണ്ടുപേരും രണ്ടാണെന്ന് കാണിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർ രണ്ടുപേരും ഒന്നാണ്. ഞാൻ കുറച്ചും കൂടി ഡെപ്തിൽ ഞാനിത് പറഞ്ഞുതരാം. ഇത് അങ്ങനെ കാണിക്കാനുള്ളതെന്നുള്ളത് ഇതിന്റെ ഐഡിയ ആയിരിക്കാം. പക്ഷെ ഇവർ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഗെയിം പ്ലാൻ 24/7 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്റെ പുറത്ത് തട്ടും 2 വട്ടം, അല്ലെങ്കിൽ 2 വട്ടം പുറത്ത് ഇങ്ങനെ തട്ടും. വെൻ ഐ പാറ്റ് ഓൺ യുവർ ബാക്ക്, മനസ്സിലാക്കണം നമ്മൾ പറയുന്ന റോങ് ആണ്, നേരെ ഉൾട്ട പറയും എന്നുള്ളത്. അത് വേറെ ആരോ രശ്മിനെ പറ്റി പറഞ്ഞു. ജിൻഡോ വന്നിട്ട് രശ്മിന്റെ പുറത്ത് തട്ടിയപ്പോൾ രശ്മിൻ എന്തോ ഉൾട്ട പറഞ്ഞു എന്ന് ജാസ്മിൻ എവിടെയോ ഇരുന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ. അതായിരുന്നു അവരുടെ ആക്ഷൻ പ്ലാൻ. And also when Rashmin was crying, റസ്മിൻ കരഞ്ഞോണ്ടിരിക്കുമ്പോഴും ജിൻഡോ പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ദിസ് ഇസ് ദ ഗെയിം, ഇങ്ങനെയാണ് ഗെയിം, ഇങ്ങനെയാണ് സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്യേണ്ട. സം കൈൻഡ് ഓഫ് നല്ല രീതിയിൽ പുള്ളിക്കാരത്തിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയാണ് അങ്ങനെയാണ്, പക്ഷെ അത് പുള്ളിക്കാരി വീഴുന്നല്ല. പുള്ളിക്കാരിക്ക് അവിടെ അപ്പം ആക്ച്വലി നല്ല ഇമേജ് കളിക്കാനുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ്. പിന്നെ മാത്രമല്ല ഇപ്പം സച്ചി പറഞ്ഞ ആക്ഷൻ പ്ലാനും അതിന്റെ മെയിൻ റൂട്ട് സംഭവം എന്ന് പറയുന്നത് തന്നെ ഇവര് കാരണം ഇത്രയും നാളുണ്ടായിരുന്നു മുമ്പത്തെ പവർ ടീം യൂണിറ്റി ഇല്ല, ഇവർ 5 ഒപ്പീനിയൻ പറയുന്നു. അത് ഇവർക്ക് എക്സാമ്പിൾ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഇങ്ങനെ പോയി പറയുന്നത്. രണ്ടുപേരാണ് ഇവരെ അറ്റാക്ക് ചെയ്യാനും കൂടെ എളുപ്പമാണ്, ഇവരെ താഴെ ഇടാൻ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇവര് പബ്ലിക്കലി ഈ റസ്മിൻ ബായി കോൾ ഔട്ട് ചെയ്ത് ജിൻഡോ നീ പറയുന്നത് മഹാ പൊട്ടത്തരമാണ് എന്നുള്ളത് പബ്ലിക്കലി വന്ന് പറയുന്നത്. ഐ ഫീൽ ലൈക്ക് അതുകൊണ്ടാണ് ഇവര് ഓപ്പൺലി പറയുന്നത്. കെവിൻ അലക്സാണ്ടർ, what do you think, darling? So I feel like ഒരു കോൺസ്റ്റന്റ് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് മൊത്തത്തിൽ ബിഗ് ബോസിൽ നടക്കുന്നുണ്ടെന്നാണ്. കാരണം അതിപ്പോൾ ഞാനിവിടെ ഐ ഫീൽ ലൈക്ക് ഒരു almost all the points you guys have addressed it. So here I want to call out on the double standard of the audience. Like I feel like okay നമ്മൾ call out ചെയ്യുന്നുണ്ട്, പക്ഷേ ടു എ സർട്ടൻ ലെവൽ ഐ ഫീൽ ലൈക്ക് ഓഡിയൻസ് ഗബ്രിക്ക് കൊടുത്ത ഒരു ലെവൽ ഓഫ് ഒരു ഡിസ്പിയർ, ലൈക്ക് ഇറ്റ്സ് നോട്ട് കമ്മിങ് ഫോർ Jinto. അതിപ്പോ ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ. Probably. I am saying it is not going to happen. Because that is what I'm saying. Cuteness overload അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ട്രിഗേഴ്സ് ഫോർ ദ ഓഡിയൻസ് ഇസ് വെരി ഡിഫറെന്റ്. ഫോർ ജിൻറ്റോസ് ട്രിഗർ ദർ ഇസ് നോ ലൈക്ക് ഓഡിയൻസിന് ലൈക്ക് ട്രിഗർ ആയ ഒരു സാധനം ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് ഹിം ബീങ് എ ഡമാസ്. ഐ ഹാവ് എ സ്ലൈറ്റ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഈ രശ്മിൻ ബായുടെ കേസിൽ. ഇപ്പോൾ ജിൻഡോ ഒരു 100 കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 70 കാര്യം തെറ്റായ കാര്യങ്ങൾ, ബാക്കി 30 ശരിയായ കാര്യങ്ങളാണെന്ന് വെറുതെ ഹൈപ്പോത്തറ്റിക്കലി വിചാരിക്കുക. എനിക്ക് തോന്നുന്നു രശ്മിൻ ബായി ഈ ബാക്കി 30 കാര്യങ്ങളും വന്ന് അണ്ടർ പവർ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അത് കുറച്ച് പേഴ്സണൽ, ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. എല്ലാവരും നിങ്ങൾ ഈ പറഞ്ഞ മണ്ടത്തരമാണ്. അത് ചിലപ്പോൾ എനിക്ക് അവരുടെ ടോൺ എനിക്ക് രജിസ്റ്റർ ആയതിൻ്റെ ആയിരിക്കാം, ഈ പറഞ്ഞത് തെറ്റായിരിക്കാം ശരിയായിരിക്കാം, വെറുതെ ഒരു സ്പെക്കുലേഷനാണ് വെക്കുന്നത്. ഷീ ഈസ് വെരി ഗുഡ് ഫ്രണ്ട്സ് വിത്ത് ജബ്രി ആൻഡ് എസ്പെഷ്യലി ഗബ്രി. ഈ സൈസ് കുരുട്ട് അവൻ്റെ തലയിൽ വരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവാറുള്ളത്. നിന്റെ കൂട്ടുകാരൻ രശ്മിൻ ഭയങ്കര അങ്ങനെ അൺഡിവൈഡഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായിട്ട് തോന്നി. ജിൻഡോ സത്യം പറഞ്ഞ മണ്ടത്തരങ്ങളാണ് വിളിച്ചു കൂന്നി. സത്യം പറഞ്ഞ എന്റെ ഒരു പെർസ്പെക്ടീവിൽ കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുക്കുന്ന ഒരു കഥയില്ലേ, അതാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. എന്ത് ചെയ്യണം എന്നറിയില്ല, എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട് ആളെ. രശ്മിൻ മറ്റേ ഈ പിള്ളേരിങ്ങനെ ഓരോന്ന് കാണിക്കും, അമ്മമാര് പിടിച്ചു വെക്കില്ല, എന്റെ മോനെ അടങ്ങിയിരിക്കും, മോനെ ഇങ്ങനെ ചെയ്യല്ലേ, അതാണ് രശ്മിൻ അവിടെ ചെയ്യുന്നത്. രശ്മിൻ ഒരു നോൺ അഗ്രസീവ് ടൈപ്പ് ഒരു ആങ്കർ ഇഷ്യൂ ഉണ്ട്. പിന്നെ ഫിസിക്കൽ വരെ എത്താത്ത ടൈപ്പ് ഒരു ആങ്കർ ഇഷ്യൂ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അത്രയുള്ള ആങ്കർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ ഞാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, രതീഷ് ആയിട്ടും റോക്കി ആയിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും ആസോൾസ് ആയിരുന്നു. ഞാൻ ഉറപ്പായിട്ട് ഈ ഒരു പോയിന്റിന്റെ അകത്ത് ഒരു സാധനം ആഡ് ചെയ്യാനുള്ളത്, that is, I feel like you guys are giving too much credit for these people. I don't think they are thinking this deep. ഇല്ല, അവിടെയാണ് എനിക്ക് പറയാനില്ല. നോ ജിൻഡോ ആണെങ്കിൽ ഫസ്റ്റ് ആഴ്ച മണ്ടൻ അവാർഡ് കിട്ടിയ ആളാണ്.
അപ്പൊ തന്നെ ആൾക്ക് ക്യൂ കിട്ടി പുറത്ത് എന്താണ് ആൾക്ക് ഇമേജ് പോയിക്കണേ. ആ ഒരാഴ്ച കൊണ്ട് ആള് കണ്ടന്റ് ഉണ്ടാക്കി വിത്ത് ദ ഡാൻസ് ആൻഡ് എവറിത്തിങ്. അതുണ്ടാക്കി ഫുൾ പവർ ടീമിന്റെ അകത്ത് കയറി ആൻഡ് ഹി ഗോട്ട് ദ വാലിഡേഷൻ. ലാലേട്ടൻ വന്ന് ഡാൻസ് കളിക്കാൻ പറയുന്നു ആൻഡ് ഓൾ ദാറ്റ് ഇസ് ഹാപ്പനിങ് ആൻഡ് ഹി നോസ്. അതായത് ആ മണ്ടൻ മാറ്റി അവന് വേറൊരു അവാർഡ് കിട്ടിയെങ്കിൽ അത് ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെയാണ്. നമ്മൾ ഈ ക്യൂട്ടി എന്നൊക്കെ പറയണേ ഉള്ളൂ. I didn't mean Jinto. I meant Gabri and Jasmine. അത് ബുദ്ധിയിലെന്ന് എനിക്കറിയാം. Guys, not the point. Exactly. പക്ഷെ I was saying again, like telling about his point. Guys, ഇനി അടുത്ത അരമണിക്കൂറത്തേക്ക് ജബ്രി എന്ന് പറഞ്ഞ ആരും വേണ്ടി പോയി. We are giving Jabri a little too much That's what, attention. guys. Why are they still subject? Because nothing else is fucking happening. Exactly. Okay, Sri. മൈ ടേക്ക് ഓൺ ജിൻഡോസ് തിങ് ഇസ് ദാറ്റ് ആള് ഫസ്റ്റ് വീക്ക് മണ്ടൻ അവാർഡ് കിട്ടി. നമ്മളടക്കം മണ്ടൻ, ക്യൂട്ടി, പൊട്ടൻ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. ആ ക്യൂ ആൾക്ക് കിട്ടിയതും ആളത് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്തു ഇൻ 1 വീക്ക് ഡ്യൂറേഷൻ. എനിക്ക് തോന്നുന്നില്ല അത്രയും ആ ഒരു നരേറ്റീവ് സ്വന്തം എഫേർട്ടിൽ വേറെ കുരുട്ടുപുട്ടി ഒന്നും യൂസ് ചെയ്യാതെ ചെയ്ത ഒരു കണ്ടസ്റ്റന്റിനെ എനിക്കറിയില്ല വിത്തിൻ 1 വീക്ക് ആ ഒരു നരേറ്റീവ് മാറ്റാൻ. ആൻഡ് ഹി വാസ് പ്രിറ്റി പ്രൗഡ് ഓഫ് ഇറ്റ്. ആ വീക്കെൻഡ് എപ്പിസോഡിൽ ആ ഡാൻസും കാര്യങ്ങളൊക്കെ നടന്നു. ആൻഡ് പിന്നെ ആൾക്ക് ആ പവർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ലിറ്ററലി കൊരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്ത അവസ്ഥയാണ്. എന്താന്ന് വെച്ച് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ ഈ അമ്മ കുട്ടികളെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന പോലെ രശ്മിൻ ഭായി ഉണ്ട് അതിനെ പിടിക്കാൻ, വേറെ ആരുമില്ല. ആൻഡ് ഓൾസോ ഈവൻ രശ്മിൻ ഭായി അങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും ഐ തിങ്ക് ഇറ്റ് ഇസ് എ ഗുഡ് തിങ് ദാറ്റ് ദേ ആർ നോട്ട് ഷോയിങ് ഇറ്റ് ഇൻ ദ പബ്ലിക്. കാരണം അവർ ഫസ്റ്റ് പവർ ടീമിന്റെ ഇഷ്യൂ തന്നെ അതായിരുന്നു. അവർ ഡിവൈഡഡ് ആണെന്ന് കാണുമ്പോൾ തന്നെ അതൊരു വീക്ക് പോയിന്റ് ആണ്. അത് വെച്ച് എഗൻസ്റ്റ് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ അത് അവരെ തളർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് രശ്മിൻ ഇസ് ഡൂയിങ്. മാറ്റി നിർത്തി കാര്യം ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആള് കൺട്രോളും ആവുന്നുണ്ട്. സോ ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. I agree with you. Yeah. ഐ തിങ്ക് അതിലാണ് നമ്മൾ ഈ ജിൻഡോടത് ജിൻഡോ മൊത്തം ഫ്ലിപ്പാണ്. അതെ, വൻ ജിൻഡോടെ flip ആണ്. ആട്ടത്തിന്റെ flip ആണ്. ഭയങ്കര flip ആണ്. ജിൻഡോടെ ആട്ടത്തിന്റെ ഒടുക്കം നമുക്ക് വെള്ളിയാഴ്ച ആകുമ്പോ അറിയാൻ പറ്റും എന്തായി എവിടെ എത്തും എന്നുള്ളത്. കാരണം ഒന്നുമില്ലെങ്കിൽ റസ്മിൻ ഭായിയുടെ കട്ടയും പണവും മുടങ്ങും. ഒന്നെങ്കിൽ ആൾ പൊട്ടിത്തെറിക്കും. എപ്പോഴെങ്കിലും ആളിങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടേ ഉള്ളൂ. എപ്പോഴാണ് പൊട്ടിത്തെറിക്കാന്നറിയില്ല. ജിൻഡോന്റെ പ്രോഗ്രഷൻ നമുക്ക് ആക്ച്വലി കുറച്ച് രസമായിട്ട് പറയാം. ആദ്യത്തെ ആഴ്ച പൊട്ടംകളി, രണ്ടാമത്തെ ആഴ്ച മോഹിനിയാട്ടം, മൂന്നാമത്തെ ആഴ്ച താണ്ഡവം. വളരെ ഡൈവേഴ്സ് ആയിട്ട് കോണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാളാണ് ജിൻഡോ. പക്ഷെ ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് പൊട്ടത്തരമുണ്ട് എന്നുള്ളതാണ് എല്ലാത്തിലും പൊട്ടത്തരം. ഇനിയിപ്പോ നാലാമത്തെ ആഴ്ച ഇനി മൂൺവാക്കിയത് പുറത്തേക്ക് പോകുന്നതാണ് പറയാൻ പറ്റൂല. ഭരതനാട്യം ചിലപ്പോ മൂൺവാക്കൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു കംബാക്കിലും ഒരു ക്യൂട്ട്നെസ്സിലും ചെറിയൊരു ബേസ് പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്ത ചെറുതൊന്നുമല്ല, വളരെ വലിയ ബേസ് ആണ്. നമ്പേഴ്സ് ഞാൻ അനലൈസ് ചെയ്താണ്. വെരി ഗുഡ് നമ്പേഴ്സ്. ഇഫ് യു വാണ്ട്, ഞാൻ വേണമെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു വളരെ ചെറിയൊരു സെഷൻ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ PR നമ്പേഴ്സ് നമുക്കൊന്ന് വെറുതെ അളന്നു നോക്കാം. ഗുഡ് ഐഡിയ. ആൻഡ് നോ ഡിസ്കഷൻ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറയും ഇത്ര അപ്രോക്സിമേറ്റ്ലി ഇത്ര നമ്പേഴ്സ് ടു ഇത്ര നമ്പേഴ്സ്, ഇയാൾക്ക് PR ഇത്ര നമ്പേഴ്സ്. കാരണം അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പ്രേക്ഷകർക്ക് കുറേയും കൂടി ഇൻസൈറ്റ് കിട്ടുവാണ് ശരിക്കും. അതെ, എന്ത് ലെവലിലാന്നുള്ളത് മാത്രമല്ല. ഞാനിപ്പോ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, വെറുതെ ഒരു എക്സാമ്പിളിന് ഞാൻ സിജോനെ സപ്പോർട്ട് ചെയ്യാണ്. എന്റെ പോലത്തെ എത്ര ആൾക്കാർ വേറെ ഉണ്ട് എന്നറിയാനുള്ള സംഭവം. സിജോയ്ക്ക് ശരിക്കും ഞാൻ വോട്ട് ചെയ്യണ പോലെ ഇത്ര ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ക്യൂരിയോസിറ്റി ഇല്ലേ? അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇതിൽ എത്ര പേര് ബോട്ട് PR വെച്ച് കളിക്കുന്നുണ്ടെന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം. ഞങ്ങൾ അത്ര വലിയ എക്സ്പേർട്സ് ഒന്നുമല്ല, പക്ഷേ ഈ ഒരു ഡൊമൈനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ഞങ്ങളും. അപ്പോൾ ഒരു പരിധി വരെ ഞങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിതൊരു ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ഇറ്റ് വിൽ ബി ഫൺ. നെക്സ്റ്റ് വീക്ക് ലെറ്റ്സ് ഡു ദിസ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു സ്റ്റേ ട്യൂൺഡ് ക്ലിയർ കട്ട് ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിസ്കഷൻ എവിടെ നിന്ന് തുടങ്ങി ഗൈസ്? ജാസ്മിന്റെ അത്തയുടെ ഇഷ്യൂ നമ്മൾ ജിൻഡോയുടെ കൂത്താട്ടം വരെ നിർത്തിയിരിക്കുകയാണ് ഗൈസ്. ജാസ്മിന്റെ അത്ത മുതൽ ജിൻഡോയുടെ തത്ത വരെ. ഫൈനലി ഗൈസ്, ഈ എപ്പിസോഡ് നമ്മൾ അധികം ചിരിച്ചില്ല. ഫൈനലി എല്ലാരും ചിരിച്ച. നമുക്ക് ഇതിനെ ക്യാപ്ഷൻ ഇടാം. ഓ നൈസ് ഐഡിയ. തംബ്നെയിലിന് എനിക്ക് കുറെ നേരം ഇരിക്കട്ടെ ഗൈസ്. ക്യാപ്ഷൻ റെഡി. അങ്ങനെ ആ എപ്പിസോഡ് ഈസ് ഡൺ. നമ്മുടെ ഡിസ്കഷൻ റൗണ്ട് ഇവിടെ ഡൺ ആണ്. ഇനി അടുത്ത് നമ്മൾ കിടക്കുന്നത് ഫൺ സെഗ്മെന്റ് ആണ്. ഇല്ല, അത് നിന്നെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്താണ് വല്ല മറ്റേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അടുത്ത സെഗ്മെന്റ് റീൽസ്. ഞങ്ങൾ കാണാൻ പോണം, നിങ്ങൾ കാണിച്ചു തരും, ഞങ്ങൾ ചിരിക്കും, നിങ്ങളും ചിരിച്ചോ. ശരി തള്ളേ.
ഗൈസ് വെൽക്കം ടു അവർ നെക്സ്റ്റ് സെഗ്മെന്റ് റിയൽ റിയാക്ഷൻ. അപ്പോൾ നമ്മുടെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി ഒരു ഫൺ സെഗ്മെന്റിലേക്ക് പോവാണ്. കുറച്ച് ചിരിക്കാം, കുറച്ച് ഇൻട്രോസ്പെക്റ്റും ചെയ്യാം. അപ്പോൾ നമുക്ക് റീൽസ് കാണാം. ഓക്കെ, റീൽ നമ്പർ 1. പേടിയാണ്. പക്ഷെ എൻ്റെ ഫാമിലിക്ക് അങ്ങനെ ഒരു സാധനം തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം കുറയ്ക്കുന്നതിനകത്ത് എൻ്റെ മനസ്സിനൊരു സ്നേഹം പറയുന്നത് നല്ല അതിൻ്റെ അർത്ഥം നീ അങ്ങനെ വിചാരിക്കുകയും ചെയ്യും. അങ്ങനൊരു സാധനമേ എൻ്റെ മനസ്സിൽ കൊണ്ടുവരും. നമ്മളിങ്ങനെ ഇരിക്കുന്നതാണ് പ്രശ്നം, നമ്മളത് നോക്കണ്ടേ, അത്രേ ഉള്ളൂ. That's മോളും edit താഴെ, though. അതെ, മഹേഷ് ഏട്ടന്റെ പ്രതികാരത്തില് രണ്ടുപേരും മോളും താഴെയും വെച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാണ്ടല്ലോ, എനിക്ക് ഈ ജബ്രി ആ ഒരു ഫണ്ണിയും മാറി നൗ ഇറ്റ്സ് ഡിസ്ഗസ്റ്റിംഗ്. ഇവൻ എനിക്ക് ചിരിക്കാൻ പോലും എനിക്കൊരു ചെറിയ കഴിഞ്ഞ ഡിസ്ഗസ്റ്റ് ആഴ്ച ആണ്. നമ്മളെല്ലാരും ഇരുന്ന് ചിരിച്ചതാ. ചിരിച്ചായിരുന്നു. പക്ഷെ എനിക്ക് ചെറിയൊരു മറ്റേ സീസൺ 4 ദിൽഷ വൈബ്സ് അടിക്കുന്നുണ്ടായിരുന്നു. ബ്ലസ്ലി നമ്മൾ ബ്രദേഴ്സ് മാത്രമാണ്. ബ്രദേഴ്സോ? നീ എന്റെ അനിയൻ മാത്രമായിട്ടുള്ള സിസ്റ്റർ. ഓ, നമുക്ക് ചേച്ചിയിലേക്ക് കിടക്കാം. അടുത്ത ഒരു ഐറ്റം തന്നെയാണ് ഓ മൈ ഗോഡ്. നമ്മുടെ കൊക്ക്. ഇതിന് ഐ നീഡ് സംതിങ്. അപ്പൊ മോഹിനിയാട്ടം ആണുങ്ങൾക്ക് കൊള്ളാം. ഞാൻ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, കൊള്ളൂല, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ആമ്പിള്ളേര് മോഹിനിയാട്ടം ഭയങ്കര ഇഷ്ടമാണ്. സത്യഭാമ ചേച്ചിയുടെ കുരു അതായത് പൊട്ടിക്കാണ്. ആ സാധനം ഇറങ്ങി ആ വീക്കിൽ തന്നെ അവർ ടാസ്ക് കൊടുത്തതിന്റെ റെലവൻസ് ഒന്ന് അതാണ്. അപ്പൊ അത്രയും അടിപൊളിയായിട്ട് അത് ബിഗ് ബോസിന്റെ ടീം ആക്ച്വലി ട്രെൻഡ്സ് അനലൈസ് ചെയ്യാൻ സൂപ്പറാണ്. ട്രെൻഡുകൾ അവർ വളരെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രോങ് ആണ്. അതെ. യെസ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ റീൽ. രണ്ട് ദിവസത്തേക്ക് പ്ലീസ് എന്റെ റിക്വസ്റ്റ് ആയിട്ട് ഇട്ടാൽ മതി. എന്റെ ഗെയിമായിട്ടോ എന്റെ വേറൊന്നും ആയിട്ട് എടുക്കുന്നത് 2 ദിവസത്തേക്ക് ഒരു പ്രശ്നത്തിനും കൈ കൂപ്പി പറയണേ ഞാൻ എന്റെ അടുത്ത് വരത്തില്ല. നാളെ ഒരു ദിവസം വരെ ഞാൻ പൊറോട്ട നാടകം. നീ ക്ഷമിക്കുന്നു. നീ ഈ 2 ദിവസം വരെ ഒതുങ്ങാൻ പറ്റില്ല. ഒരു ദിവസത്തേക്ക് നിനക്ക് ഒതുങ്ങാൻ പറ്റില്ല. ഹലോ മാഡം, മനസ്സിലായില്ലേ ഇതുവരെ? നീ ചെയ്തോ? ഏറ്റില്ല. ഓ, ഞാൻ പറഞ്ഞോണ്ട് നീ ചെയ്തോന്നൊക്കെ. അതെ. എനിക്ക് ഫോർ മീ ദിസ് വാസ് ലൈക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് മൊമെന്റ്സ് ഇൻ ദ ഹോൾ വീക്ക്. സത്യം എനിക്ക് സത്യം ശരിക്കും ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു. സെറ്റ് വേറെ ബാക്കി നശിപ്പിച്ചില്ലേ? പക്ഷെ നാറി അതാണ് അത് അടുത്തതും. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അത്ത പറഞ്ഞു ഉള്ളി 2 ദിവസത്തേക്ക് ഒതുങ്ങിയാൽ മതി എന്നുള്ളതാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. ഹീറ്റ് കുറയുക എന്നുള്ളതായിരുന്നു ആവശ്യം. മനസ്സിലായില്ലേ? പ്രശ്നം എന്നല്ല, അവരുടെ ആ ഒരു സെനാരിയോയിലെ പറ്റി ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു സംഭവം ഒന്ന് താഴ്ന്നു പോവുക, ആ ഹീറ്റ് ഒന്ന് കുറയ്ക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ആ 2 ദിവസം കൊണ്ട് അവൾ അലക്കി പക്ഷെ എന്റെ ഒരു ചോദ്യം, ഇവൻ ഇങ്ങനെ കമന്റ് അടിച്ചെങ്കിലും ഡിഡ്ന്റ് ഹി കാം ഡൗൺ ദോ? ഹി കാം ഡൗൺ ബിഫോർ ഹി സെഡ് ദിസ്. മറ്റേ ഇതിന് മുന്നേ മറ്റേ പ്രശ്നം, മറ്റേ ടാസ്ക് ഒക്കെ ഉണ്ടായപ്പോ ഹി വാസ് വെരി കാം. അല്ല, പക്ഷെ ഇങ്ങനെ തഗ് അടിച്ചിട്ടും പുള്ളിക്കാരൻ വലുതായിട്ടൊന്നും നടന്നില്ല. കാരണം ഇവര് മാക്സിമം ആ ഒരു 2 ദിവസത്തേക്ക് കുറച്ച് സെപ്പറേറ്റഡ് ആയി. ഇപ്പൊ റോക്കി പോയതിനു ശേഷമാണ് വീണ്ടും അടഞ്ചക്കര ആയത്. അതുവരെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് ലാലേട്ടൻ വന്നപ്പോ പിന്നെയും പൊങ്ങിയില്ലേ? അതോ ലാലേട്ടൻ വന്ന് കഴിഞ്ഞിട്ടാണോ? ലാലേട്ടൻ നല്ല രീതിയിൽ ജാസ്മിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഡിസേർവ് ഇറ്റ് ഓൾസോ. അവരെന്ത് പറയുമ്പോഴും ലാലേട്ടൻ നല്ലോണം കൊടുക്കുന്നുണ്ട്. അല്ല, അത് പറയുന്ന വർത്താനത്തിനും ഒരു മര്യാദ വേണം. കാരണം ഈ റെഡ് ഫ്ലാഗ് കൊടുക്കുന്ന ആ സമയത്ത് ലാലേട്ടൻ അത് പൊക്കിയതുണ്ടല്ലോ, വളരെ കറക്റ്റ് ആണത്. അത് റെഡ് ഫ്ലാഗ് പൊക്കിയതും പിന്നെ ഞാൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റേ സംഭവം
പുള്ളിക്കാരി ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ. അതെ അത് ലാലേട്ടൻ സുപ്രീമസി ആയിരുന്നു. ബിഗ് ബോസിന് ഞാൻ തലകുണിക്കേണ്ട കാര്യമില്ല, ഇവക്ക് വേണ്ടി തലകുണിക്കുന്നില്ല, ഇല്ലാന്നുള്ള മൂടായിരുന്നു. ഷീ വാസ് ലൈക്ക് ലാലേട്ടനും കൂടി ഒരുമിച്ചൊരു നാടകം. അതെ ലാലേട്ട് ഞാനൊക്കെ ഒരു ടീം അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് നീ ഇറങ്ങി എന്നെ പറ്റി ഒരു ഇൻസൈഡ് സ്റ്റോറി നീ ഇറക്കണം. അത് തന്നെ അത് ഇഷ്ടപ്പെട്ടു. സോളിഡ്. Bro, that's so fucked up. Like, how can you fuck with your dad's case like that? ആൻഡ് പുള്ളി തന്നെ ഏതോ ഇന്റർവ്യൂല് 2 ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാലും പറഞ്ഞല്ലോ. ഓ വാവ്. ആർക്കറിയാം. I don't know. Let's not dig deep. മിസ്റ്ററി. എന്താണ് റോക്കി നീ സ്നിക്കേഴ്സ് കഴിക്കാം ഹീറോയിൻ പോലെ ആകുന്നു ഇപ്പൊ ശരിയായില്ലേ ശരിയായി. ആരെങ്കിലും സ്നിക്കേഴ്സ് കൊടുത്താൽ മതിയായിരുന്നു. Guys, I feel like Snickers should be a sponsor for Big Boss. No, Snickers should be our sponsors. Okay, no, like whenever somebody gets angry, they should just go give them a Snickers. ഹലോ ബിഗ് ബോസ് ടീം, ഗ്രേറ്റ് ബ്രില്യന്റ് മാർക്കറ്റിംഗ് ഐഡിയ. ബ്രിങ് ദം ഓൺ ബോർഡ്. എപ്പോ വഴക്കടക്കുമ്പോഴും അവർക്കൊരു സ്നിക്കേഴ്സ് കൊടുക്കാം, സെറ്റ് ആക്കാം. സ്നിക്കേഴ്സ്. Oh, that is insane branding. Good thinking. കടി കടി നിനക്കെന്നാ? അയ്യോ തിരിച്ചുള്ള കടി കണ്ടില്ലല്ലോ. തിരിച്ചുള്ള കടി ഇല്ലെന്നോ? ഉണ്ടാ തിരിച്ച് രണ്ടുപേരും കടിക്കോ? എന്താ ഒരു സൈഡ് കടി മാത്രം കാണിക്കുന്നു? അല്ല ഏതോ ഒരു വീഡിയോയില് ഇവളുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇവൻ ഇങ്ങനെ പറയാ ഇത് കടിയാ, ഇതെന്താ ഇത് സ്ത്രീയാ. ഇത് സത്യം പറയുന്നത് മേക്കപ്പ് പേജ് പ്രൊമോഷൻ അല്ലല്ല അതറിയാൻ എന്റെ സ്വന്തം പേജാണത്. കുട്ടാ നമ്മളെ ചാറ്റ് ഒന്നും ഓപ്പൺ ആവില്ലല്ലോ. കുഴപ്പമില്ല, ഇത് ചിക്കുഴിയുടെ പേജ്. അയ്യോ ഇതിലൊന്നും ഓപ്പൺ ചെയ്യല്ലേ. ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ് നമ്മള്. എടാ ഇത് മൗസ് ഒരുമാതിരി തന്നിഷ്ടത്തിനാണ് അതാണോ അടുത്ത ഇതാണ് ലാലറ്റൻ. അങ്ങനെ പറഞ്ഞ ആത്മനെ പറഞ്ഞോടാണ് നമുക്ക് ആ മുറിക്ക് ഇരിക്കാം. പിന്നെ കുണ്ടിയ കലാമണ്ഡല സത്യഭാവെന്ന് പറയോ? ഞാനും ഗബ്രിയും തമ്മിൽ ഒന്നുമില്ല. പുറമെ വേറെ എന്തൊരു ഇഷ്ടമാണ്, പക്ഷെ മനസ്സിൽ വേറെ ഇഷ്ടമാണ് നമ്മള് തമ്മില്. ഒരു ബലൂണായ എന്തിനായാലും തുപ്പല് വെള്ളം കയറിയ പൊട്ടുമല്ലോ. അപ്പൊ ഈ ബലൂണ് പൊട്ടിയ നീ വേറെ ബലൂണ് പെരുക്കും. എന്തുവാ നിനക്ക്? എന്തുവാ നീ എന്തോ കാണിക്കുന്നോ? നീ ആര് വാ? നീ ആരാ? നിന്റെ വിചാരം നീ എന്തിനാ ഗബ്രിയെ ബോൾ എടുത്തിട്ടുണ്ട്? എന്തിനാ പെണ്ണുങ്ങളെ പോലെ അച്ഛനെ വിചാരിക്കാൻ പോലും നീ വരല്ലേ, നമുക്ക് പോവാം, നമുക്ക് I didn't like the initial part of him acting all feminine to show as Gabri, which is absolutely not needed. My only thing was Alla initially as Gabri that's not needed. ഇവൻ മറ്റേ റോക്കി എന്റെ 7000 എനിക്ക് 7000 ഫീറ്റുള്ള സ്ക്വയർ പറന്നു തൂറ. That is what she asked. എനിക്ക് പറഞ്ഞു പോകാനാണ് 4000 സ്ക്വയർ ഫീറ്റ് മാത്രം. അല്ല ഇതിന് പാർട്ട് ഇറങ്ങിയോ? ഇല്ല, ലോഡിംഗ്. ഓ അപ്പൊ ഇതോട് കൂടി ഈ ആഴ്ചത്തെ റീൽ സെഗ്മെന്റ് അങ്ങോട്ട് അല്ല ദേണ്ടിനി പറഞ്ഞു. ഓ That's the last release. അരുണുണ്ട്. Please focus, Arunandi. സഞ്ജുന്നോ മഞ്ജുന്നോ കുഞ്ചുന്നോ വിളിക്കുവന്നെ തള്ളേന്ന് വിളിച്ചോട്ടെ. വേണ്ട. ആര് വന്നിട്ട് കമന്റ് അരുണുണ്ട് അതിന് പ്രതികാരമായിട്ട് എല്ലാവരും തള്ള. For sure, trust me. Okay, അപ്പൊ ശ്രീ I don't care. this is your cue. വെൽ സത്യം പറഞ്ഞ ചെറിയ കണ്ടന്റ് ക്ഷാമം ഉണ്ടായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട എന്തെങ്കിലും തപ്പി ഹൗസിനകത്ത് വല്ല കോപ്പുണ്ടെങ്കിലല്ലേ നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. ഒരു ജബ്രി തീരുമാനമായി ഉള്ള ഒരു റോക്കി പോയി ഇനി എന്തുണ്ടാക്കി എടുക്കോ എന്റെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും കണ്ടന്റ് തരുക. ഇനി വൈൽഡ് കാർഡ് ആണ് ഒരേ ഒരു രക്ഷ. ഐ തിങ്ക് നല്ല വൈൽഡ് കാർഡ്സിന് are you interested? രണ്ടാഴ്ചത്തെ സ്റ്റഫ് ഇനിയിപ്പോ അവൻ പറഞ്ഞതിന്റെ ഭ്രാന്ത് കയറി ഞാൻ അവിടെ നിന്ന് ഈ പോഡ്കാസ്റ്റ് വന്നത് തന്നെ ബിഗ് ബോസ് കയറാനാണ്.
ആണെന്ന് പറഞ്ഞാൽ നിനക്ക് Are you interested? A genuine എനിക്കത് കുഴപ്പം, question. എന്റെ വീട്ടിൽ കാര്യമായി. എന്നെ വിളിച്ചാൽ ഞാൻ പോകും. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ കോമണറിന് വേണ്ടി അപ്ലൈ ചെയ്ത് അതിന് വേണ്ടി കടന്ന് മരിക്കൽ സെറ്റപ്പിലോട്ടൊന്നും എത്തിയിട്ടൊന്നും ഇങ്ങോട്ട് വന്ന് വിളിച്ചാൽ അതല്ല ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് അതിന് വേണ്ടി അത് കാത്തു കിടന്ന് സ്വപ്നം കണ്ട് റോക്കി പോണ പോലെ മറ്റേ 6 വർഷം കൊല്ലത്തെ തപസ് എന്റെ ചെയ്ത് സ്വപ്നം അതെ. അത്രക്കൊന്നുമില്ല. ഇല്ല. ഐ വുഡ് ലൈക്ക് ടു ഗോ, ഐ വുഡ് ലൈക്ക് ടു അറ്റൻഡ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഐ കാൻ ഗിവ് യു എനി പ്രോമിസസ് ആൻഡ് ഓൾ. ഇപ്പൊ റോക്കിയുടെ വിടവ് ഞാൻ അങ്ങോട്ട് ചെന്ന് നികത്തി തരുമെന്നൊന്നും പറഞ്ഞ അത്രയ്ക്കും ഒന്നും ഉണ്ടാവില്ല. 2 ആഴ്ചത്തെ സ്റ്റഫ് ഒന്നും അല്ല, ഞാൻ മലത്തിൽ കാണിച്ചു തരാം. അതല്ല എന്നാലും Understand. എന്താ ചോദിക്കാൻ പോയ അതല്ല, പക്ഷേ ഞാൻ ലൈക്ക് സംതിങ് ദാറ്റ് ഐ വാണ്ടഡ് ടു സേ വാസ്, if he fucking waited for 6 years and he really worked hard, he should have had a little bit more control over himself, no? സത്യം, അത് അവൻ അത്രയും പീക്ക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കും. He needs treatment, bro. സത്യം, he ഇത്ര needs ഒരു 6 treatment. വർഷത്തെ സംഭവം ആ ഒരു സെക്കൻഡിൽ കളയാന്ന് പറഞ്ഞാലേ that's too much out of Like control. I've seen many people who work really hard on something and because of their anger issues they ruin their entire life. പക്ഷേ he's rich, so it's okay. He is rich and So I have to feed. 4,500 let us not get into it because That there is a good everybody work really really hard, but it's not meant for everybody. everybody. അത് മാത്രമല്ല, ഹീസ് റിച്ച് എന്ന് പുള്ളി പറയുന്നത് നമുക്ക് അറിയുള്ളൂ. പുള്ളി തന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറെ കഷ്ടപ്പെട്ടത് എനിക്ക് പാന്റ് മാറാൻ സമയമില്ലാത്ത കാര്യം. Oh yeah, Yeah, that but 50 rupee kada. അപ്പൊ ഇത് പലതും പല രീതിയിലും കോൺട്രഡിക്റ്റിംഗ് ആണ്. സോ ലെറ്റ്സ് നോട്ട് ഗെറ്റ് ഇൻ ടു ഹൗ വെൽത്തി ഹി ഈസ്. ചിലപ്പോൾ റിച്ച് ആയിരിക്കാം, ചിലപ്പോ പാവപ്പെട്ടവനായിരിക്കാം. എന്താണെങ്കിലും എന്തായാലും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. വർഷത്തെ ഇത് ഉമ്പിട്ടു. പുള്ളിക്ക് പൈസ ഉണ്ടെങ്കിൽ പുള്ളിയുടെ ജീവിതം Mental രക്ഷപ്പെടില്ലെങ്കിൽ പുള്ളി health, മുഞ്ചും. in terms of mental health കുറച്ച് പാവപ്പെട്ടവനാണ്, so get therapy. അവിടെ റിച്ച് ആവുക. Yeah, അവിടെ കുറച്ചുകൂടി റിച്ച് ആവാം. That was the closing note. ആങ്കർ കുറച്ച് കുറയ്ക്കുക. നമ്മുടെ പോഡ്കാസ്റ്റിന്റെ ഏറ്റവും ലാസ്റ്റ് സെഗ്മെന്റിലോട്ടാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ സെഗ്മെന്റിൽ ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിലുള്ളവരുടെ പേരൊക്കെ നമുക്കറിയാം. ആരായിരിക്കും എവിക്റ്റഡ് ആയി പോവുക എന്നുള്ളതും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ ഡിസ്കസ് ചെയ്ത് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ടോപ്പിക്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടോപ്പിക് ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു സെഷനിലോട്ടാണ് പോകുന്നത്. കെവിൻ, യു ക്യാൻ സ്റ്റാർട്ട്. സോ എനിക്ക് ഈ റോക്കിയുടെ ഇൻസിഡൻറ്റ് നടന്നപ്പോൾ തന്നെ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റോക്കി എവിക്റ്റായി പോയി കഴിഞ്ഞാൽ ഗബ്രി സേഫ്. മനസ്സിലായില്ലേ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഹയസ്റ്റ് പോസിബിലിറ്റി ദിസ് വീക്ക് ഫോർ ഗോയിങ് ഔട്ട് വാസ് ഗബ്രി, ബിക്കോസ് ദാറ്റ് ഹോൾ തിങ് ഓഫ് ഈവൻ പവർ ടീമിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗബ്രി വാസ് ദ പേഴ്സൺ ഹു വാസ് ഇൻ മോസ്റ്റ് ഡേഞ്ചർ സോൺ. സോ ആ ഒരു രീതിയിൽ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഈ ഒരാഴ്ച there would be any elimination. Reason being, Rocky was also evicted. Plus, Sidjo had to go out for surgery. So I think the likeliness of an eviction ഈ ആഴ്ച ഭയങ്കര കുറവാണ്. പിന്നെ ലാലേട്ടൻ അഡ്രസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി ഐ ഫീൽ ലൈക്ക് ദ ഫിസിക്കൽ വയലൻസ് തിങ്, ലൈക്ക് ഹൗ പീപ്പിൾ ഷുഡ് നോട്ട് ബി ട്രിഗേർഡ്. ഹി ഷുഡ് kind of state that ഗൈസ് യു ഹാവ് ടു കൺട്രോൾ. ആ ഒരു കൺട്രോളിങ്ങും ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻഡോയുടെ ഒന്ന് മേ ബി ജിൻഡോയ്ക്ക് ഇച്ചിരി ഫീഡ്ബാക്ക് കൊടുക്കാമെങ്കിൽ ഇറ്റ് വുഡ് ബി നൈസ്. Got it. റിയാസ്? Okay, so I think ആര് പോകുന്നല്ല, ഞാൻ ആര് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മേ ബി ദർ ഇസ് നോ പോയിന്റ് ഓഫ് ദം സ്റ്റേയിങ് എന്ന് തോന്നുന്നത്, എനിക്ക് തോന്നുന്നു നോറ ആൻഡ് അർജുൻ, എസ്പെഷ്യലി അർജുൻ ഐ വുഡ് സേ, ബിക്കോസ് എനിക്ക് തോന്നുന്നു ഏറ്റവും സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ പോലും അർജുൻ ഇസ് നോട്ട് ലൗഡ് ഇനഫ് ലൈക്ക് ലൗഡ് അല്ല, നോട്ട് ലൗഡ് ഇനഫ് വിത്ത് ഹിസ് ഒപ്പീനിയൻസ്. ഐ മീൻ ലൈക്ക് വാട്ട് ഇസ് എ പോയിന്റ് ഓഫ് യു ബീങ് ദെയർ? ഐ മീൻ പ്രത്യേകിച്ച് ഒരു പ്ലോട്ടും ഇല്ല, ഒരു എക്സിസ്റ്റൻസും ഇല്ല, ചുമ്മാ ഇങ്ങനെ മുങ്ങി എവിടെയെങ്കിലും സൈഡിലിരിക്കാനും എല്ലാവരുടെ സൈഡിൽ പിടിച്ചിരിക്കാനും. എനിക്കൊന്ന് അൻസിബ കുറേ കാര്യങ്ങൾ ബാക്കിൽ ചെയ്യുന്നുണ്ട്, ഫ്രണ്ടിലേക്ക് ഇറങ്ങി ചെയ്യാൻ തുടങ്ങുമായിരിക്കാം പ്രോബബ്ലി. ആൻഡ് ഓൾസോ ഐ തിങ്ക് എലിമിനേഷൻ ഇല്ലാതാവാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ് ബിക്കോസ് ഓഫ് അൺഎക്സ്പെക്റ്റഡ് ഇജെക്ഷൻ. ആൻഡ് തിങ്സ് നമ്മുടെ വീക്കെൻഡ് ഡിസ്കസ് ചെയ്യേണ്ടതായ കാര്യങ്ങൾ, ഒന്ന്, ഒരു ഫിസിക്കൽ വയലൻസ് നടന്നിട്ടും ഒരു മനുഷ്യർക്കും ഒരു കൂസലില്ലാതെ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത അവസ്ഥ. വൈ ഇറ്റ്സ് നോട്ട് ഓക്കെ
ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വയലൻസ് എന്തുകൊണ്ട് ഓക്കെ അല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യമാണ്. ആൻഡ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും ഇങ്ങനെ മണ്ടന്മാരെ പോലെ ഇങ്ങനെ ചുമ്മാ വായി നോക്കിയിരിക്കാതെ എന്തുകൊണ്ടാണ് ഇതിലൊക്കെ സ്റ്റാൻഡ് എടുക്കേണ്ടത് എന്നുള്ള ഇമ്പോർട്ടൻസ് പറയണം. ആൻഡ് ഓൾസോ രണ്ടാമത്തെ കാര്യം, ജിൻടോ എങ്ങനെയാണ് ജിൻടോൻ്റെ അതോറിറ്റി മിസ്യൂസ് ചെയ്യുന്നതെന്ന് ലാലേട്ടൻ ഷുഡ് അഡ്രസ് ആൻഡ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓൾസോ എന്തുകൊണ്ട് അവർക്ക് ഉണ്ടാവുന്ന കോണ്ടന്റ് പോലും ഒരു സ്കൂൾ സിസ്റ്റം വെച്ചിട്ട് അത് മിസ്സാവുന്നത് എന്ന് അവർ മനസ്സിലാക്കണം. ആൻഡ് ഓൾസോ വൺ മോർ തിങ് ഐ വുഡ് ലവ് ടു സേ, വീക്കെൻഡ് എപ്പിസോഡൊന്നും കാണാൻ ഒരു സുഖമില്ലാതായി വരികയാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഐ എം നോട്ട് സേയിങ് ലാലേട്ടൻ്റെ ഹോസ്റ്റിംഗ് കാരണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കൊടുക്കാനുള്ള ആൾക്കാർ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം weekend episode should be designed in a different way where there is a lot of report card of contestants and also maybe you bringing എന്നെ വിളിച്ചുകൊണ്ട് പോകാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഐ ഡോണ്ട് കെയർ, എക്സ് കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരാ, അവരുടെ അഭിപ്രായങ്ങൾ സ്ക്രീനിൽ തന്നെ അവരുമായിട്ട് ഡയറക്ട്ലി യു ആർ ഡൂയിങ് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ദം. അങ്ങനെയാണ് വീക്കെൻഡ് എപ്പിസോഡ് സ്പൈസി ആക്കുന്നത്. അല്ലെങ്കിൽ മേ ബി ഫാമിലി മെമ്പേഴ്സിനെ സ്റ്റേജിൽ കൊണ്ടുവന്നിരുത്തി ഒരു കൺട്രോൾഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അത് കണ്ടസ്റ്റൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കണമെന്നില്ല, ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തി ലാലൈറ്റിനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇങ്ങനെയുള്ള കുറെ പോസിബിലിറ്റീസ് ഉണ്ട്. They don't do any of it. It's just like മറ്റേ ബോൾ എറിഞ്ഞ് കളിക്കുന്ന ഗെയിംസും. It's so boring. I don't know why they don't. There's like this is our regional pattern എന്ന് വിചാരിച്ച് എന്തിനാണ് അവരിത്ര വാശി പിടിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ട്രൂ ഷെറ്റ്. അത് ആക്ച്വലി ഞാൻ ആലോചിക്കാതിരുന്ന ഒരു മേഖലയായിരുന്നു. വളരെ കറക്റ്റാണ്. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യാനുമുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എസ്പെഷ്യലി വെൻ ഇത്രയും ഒരു തണുത്ത അഫെയറിലോട്ട് പൊക്കോണ്ടിരിക്കുമ്പോ. കാരണം അവരിപ്പം ചെയ്യുന്ന വീക്കെൻഡ് പരിപാടിക്ക് ചെയ്യുന്ന സാധനങ്ങളെല്ലാം കുറെ കൊല്ലമായിട്ട് അതായത് വീടിന്റെ അകത്ത് നടത്തുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി ചേഞ്ച് വരുത്തുന്നുണ്ട് ഓരോ സീസണും. പക്ഷെ ഈ പുറത്ത് ലാലേട്ടൻ ചെയ്യുന്ന പരിപാടി ഫ്രം ഫസ്റ്റ് ഇറ്റ്സ് ദ സെയിം ഷെറ്റ്. So instead of controlling the game, do something creative to amplify the game. Yes. അത് ഓട്ടോമാറ്റിക്കലി എസ്കലേറ്റ് ചെയ്യാനുള്ള എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്. അവരങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു രീതിയിൽ കൺട്രോൾഡ് ആവും അവിടെ, ക്രിയേറ്റ് ആകും. Imagine few ex-contestants coming and sitting and questioning them like this is a narrative. അവര് ഫുൾ ഫ്ലിപ്പ് ആവും, ഫുൾ ഗെയിം ചേഞ്ച് ആവും. Let's do that. ശ്രീ, എനിക്ക് ഈ രണ്ടാഴ്ച തുടങ്ങിയുള്ളൂ ബിഗ് ബോസ്. അതിൽ തന്നെ 4 പേരാണ് പുറത്തേക്ക് പോയിട്ടുള്ളത്. സോ ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ഒരു എവിക്ഷന് സാധ്യതയുണ്ടെന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ സിജോവും സർജറിക്ക് പോവുകയാണ്. സോ കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ ഇനി ആളെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ കാര്യമില്ല. ആൻഡ് ഉടനെ ഒരു വൈൽഡ് കാർഡും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ പോസിബിലിറ്റി ഓഫ് എവിക്ഷൻ ഇസ് ലെസ്. പക്ഷേ വോട്ട് വൈസ് ചിലപ്പോൾ നോറയ്ക്കോ ഗബ്രിക്കൊക്കെ ഭയങ്കര കുറവായിട്ടുണ്ടാവും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദിൽ ടേക്ക് എനി ആക്ഷൻ ഓൺ ഇറ്റ്. ഓക്കെ, എന്തൊക്കെ ഡിസ്കസ് ചെയ്യണം എന്നുള്ളതിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്യണം എന്നുള്ളത്, യെസ്, വൺ തിങ് മെയിൻലി കൺസേണിങ് ഇസ് ഈ റോക്കിയുടെ എവിക്ഷൻ വന്നിട്ട് വൈ ഇസ് നോബഡി ഈവൻ ക്വസ്റ്റ്യനിങ് ഹിസ് ഇത് എന്താ പറയുക ബിഹേവിയർ. അതെ, അതിനുവേണ്ടി കരഞ്ഞ് എനിക്ക് തോന്നുന്നു വീട് ഇപ്പൊ ഭയങ്കര ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ആർക്ക് എന്ത് സംഭവിച്ചാലും ഒരു മൂകത, മറ്റേ മരണവീടൊക്കെ പോലെ ശ്മശാനം പോലെ ഇങ്ങനെ എല്ലാവരും ഇരിക്കും. അല്ലാതെ അവിടെ ആ സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് എന്തുകൊണ്ട് അത് നടന്നു അതിന് ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ അവിടെ ആരും ഇരിക്കുന്നില്ല. എന്തെങ്കിലും കണ്ട അതിങ്ങനെയാണ്, ഓക്കെ നമുക്ക് അതിൽ സങ്കടപ്പെടാം അവരുടെ കൂടെ ഇരുന്ന്. ആ ഒരു സിറ്റുവേഷനായി മാറിയേക്കും. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് നീഡ്സ് ടു ബി അഡ്രസ്ഡ്. Do you think people are kind of scared to make enemies there in this particular season, including Gabri now, like Jabri? അതെന്താ വെച്ചാല് ആദ്യമേ കുറച്ച് പേര് they drew their claws. അപ്പം ഒരുവിധം ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നെക്കാൾ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്കെതിരെ നിൽക്കാൻ മാത്രം ശക്തരായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാന്നുള്ളത്. അപ്പം അതിനനുസരിച്ച് കളിക്കുമ്പോഴത്തേക്കും വരുന്ന ഒരു ടൈം ആയി പോവാന്ന് പറയില്ലേ, അതാണ് വൈൽഡ് ആയിട്ടുള്ള ആൾക്കാരൊന്ന് ടൈംഡ് ആയി പോവാണ്. അതായത് ഇപ്പൊ ജാസ്മിൻ ആയാലും റോക്കി ആയിട്ട് പ്രശ്നം സോൾവ് ചെയ്യണം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. എവരിബഡി ഈസ് സ്കെയർഡ് ഓഫ് ദെയർ ഇമേജ്. അതുകൊണ്ട് വെറുതെ തല്ലുണ്ടാക്കാനും ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആണ്. ഇൻഫ്ലുവൻസർ അല്ലാത്ത ആരെങ്കിലും പിടിച്ചാൽ ഇടണം, മലത്തിൽ കാണിച്ചു തരും. കൂടിപ്പോയ എന്റെ 4 വീട്ടുകാരറിയും. അവര് ആദ്യമായിട്ട് എനിക്ക് ചെലവിനായിരുന്നു ആരോന്നല്ല, ഞാൻ പണിയെടുത്ത പൈസ കുഴപ്പമൊന്നുമില്ല. നീ ചെല്ലണായിരുണ്ടി അവിടെ എന്നെ ഇങ്ങനെ ഇല്ല അങ്ങനെയൊന്നും ഇല്ല. ഓ എന്റെ അമ്മ ഒന്ന് ബിഗ് ബോസിൽ പോകും, ഒന്ന് ബിഗ് ബോസ്. ഞാൻ പറഞ്ഞു ഹലോ താങ്കൾ തന്നെ ഇത് മാറ്റി പറഞ്ഞു. അവിടെ ചെന്ന് സോ എവിക്ഷന്റെ കാര്യം എനിക്ക് തോന്നുന്നത് നോ എവിക്ഷൻ ആവാനാണ് ചാൻസ്. കാരണം ഇനി ആൾക്കാരെ പറിച്ചു വിട്ടാൽ അവിടെ ദാരിദ്ര്യമാവും, വിഷയദാരിദ്ര്യം അങ്ങേയറ്റം എത്തും. അതുകൊണ്ട് എവിക്ഷൻ കാണുമെന്ന് തോന്നുന്നില്ല. ബട്ട് അഗെയിൻ മോഹൻലാൽ അല്ലെങ്കിൽ
ലാലേട്ടൻ സംസാരിക്കേണ്ട കാര്യം Oh my God. കാരണം ഗൈസ് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരാളുടെ പേര് ശരിക്കും വിളിക്കുന്നതിലാണ് ഭയങ്കര റെസ്പെക്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ ലൈഫിൽ എല്ലാവരും പേര് ഭയങ്കര റെസ്പെക്റ്റോടെ അഡ്രസ്സ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൊച്ചിലെ മുതൽ ഈ മൊമെന്റ് വരെ മോഹൻലാലിൻ്റെ ഒരു ഡൈ ഹാർട്ട് ഫാനാണ് ഞാൻ. ഓക്കെ, അയാളെ നേരിട്ട് കണ്ട് പൊട്ടിക്കരഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. എന്നോട് ഞാൻ മോഹൻലാലിന് റെസ്പെക്റ്റ് കൊടുത്തില്ലെന്ന് മാത്രം പറയരുത്. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കാത്തത്. അഗെയിൻ ഫോർ യു ഗൈസ്, നിങ്ങളുടെ ചെവിക്ക് കുളിർമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ലാലേട്ടൻ എന്ന് പറയുന്നു. ലാലേട്ടൻ ഇനി ഈ ആഴ്ച എനിക്ക് തോന്നുന്നു ഡിസ്കസ് ചെയ്യേണ്ട ഗെയിം സ്പിരിറ്റ് ഒറ്റ മനുഷ്യർക്ക് ഞാൻ അവിടെ കാണുന്നില്ല. എന്തിനാണ് ഇവര് പെട്ടിയും കിടക്കയെടുത്ത് അവിടെ വന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ള റിയലൈസേഷൻ അവർക്ക് ഉണ്ടാവണം. അത് ഏതെങ്കിലും തരത്തിലൊരു ഗെയിം സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് സാധനം എല്ലാവരുടെ ഉള്ളിൽ നിന്നും എടുത്താലേ ഈ പറയുന്ന ഋഷി, അൻസിവ, അർജുൻ കിളിക്കൂടെല്ലാം പൊട്ടി ഓരോരുത്തർ പണിയെടുത്ത് തുടങ്ങുള്ളൂ. നീ നോട്ടീസ് ചെയ്തിട്ടുണ്ട് അവരെപ്പോഴും പൊതുപ്പിന്റെ അടിയിലാണ്. മൂന്നെണ്ണം ആ റൂമിൽ പൊതുപ്പിന്റെ അടിയിലാണ്. ഇവരെ ക്യാമറയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ആ നീല റൂമിനകത്ത് കയറി പോയാലേ കിട്ടുള്ളൂ. അപ്പൊ അത് ഒരു ഗെയിം സ്പിരിറ്റ് ഉണ്ടാക്കി എടുക്കണം ഇവർ ഓരോരുത്തരും. അത് ഇനി ഇവർ ചെയ്യേണ്ട ഹൈ ടൈമാണ്. The number one problem being ഇവര് കണ്ടസ്റ്റൻസിന്റെ സെലക്ഷൻ നോക്കുമ്പോ ട്രോമാറ്റിക് ലൈഫുള്ള ആൾക്കാരാണോ യുവർ സെലക്ടഡ്. ട്രോമാറ്റിക് പാസ്റ്റുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ ട്രോമ റീലീവ് ചെയ്യിപ്പിച്ച് എന്തോ ഉണ്ടാക്കിയെടുക്കാന്ന് ഇവര് വിചാരിക്കുന്നത്. സാധാരണക്കാരുടെ പ്രശ്നം പറയാനൊന്നും വലിയ നമ്മുടെ പ്രശ്നങ്ങളും ഭയങ്കര യുണീക്ക് ആണ്. ഇതുപോലല്ലോ ഭയങ്കര യൂണിക് സിനിമയെക്കാട്ടിക്കിടലെ യൂണിക് പ്രശ്നങ്ങൾ. സോ എൻ്റെ അഭിപ്രായത്തിൽ ഞാനും നിങ്ങളുടെ ഇതിനോട് യോജിക്കുന്നു. കാരണം ഒരു എവിക്ഷൻ നടക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അർജുൻ പോകുന്നു. ബാക്കിയുള്ള നോറയാണെങ്കിലും ഗബ്രിയാണെങ്കിലും, ഗബ്രിക്കൊക്കെ നിന്റെ കൂടെ ഫുഡ് ബ്ലോഗ് ചെയ്ത് ആവശ്യത്തിന് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സോറി ബട്ട് സ്റ്റിൽ അർജുൻ അത്രയ്ക്കും ഒരു നമ്പേഴ്സ് ഓൺ എനിക്ക് കിട്ടുന്നുണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ അനലൈസ് ചെയ്തിട്ടില്ല. ലൈക്ക് അത് അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ ചെയ്തു. അത് ഐ തിങ്ക് വി ഷുഡ്. കാരണം ഞാൻ നോക്കുമ്പോൾ എപ്പോഴും ഒത്തിരി ഫാൻ റീൽസും കാര്യങ്ങളും അർജുന്റെ വരുന്നുണ്ട്. Because of his fashion thing. It's always past fashion reels are just going viral and people liking him. ഞാൻ അർജുന്റെ പേര് ഇങ്ങനെ പറയണോന്ന് വിചാരിച്ചിരിക്കണേ. ഫാൻസ് ഉണ്ടോന്ന് എനിക്കറിയില്ല. We need to look the stats. I still feel I have a Obviously he's not doing much in the house. That's true. Exactly. So അത് എല്ലാം കൂടി ആഡ് അപ്പ് ആവുന്നതാണ് എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. സോ അർജുൻ ആൻഡ് ലാലേട്ടൻ അഡ്രസ് ചെയ്യേണ്ടത് ഇഷ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോ ബേസിക്കലി നമ്മുടെ വീട്ടില് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെറിയ വിഷയങ്ങൾ ഊതിപ്പെരിപ്പിക്കുന്ന ഒരു സംഭവം ട്രെൻഡ് തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അത് ഇന്ന് തന്നെ തുടങ്ങി. റോക്കി പോയ 3 അന്ന് പോലും പറയാനില്ല, മണിക്കൂറുകൾക്കകം തന്നെ ചെറിയ വിഷയങ്ങളെ ഊതിപ്പെരിപ്പിച്ച് വലിയ ഡ്രാമയാക്കി അത് നെറേറ്റീവ് ആകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പയ്യെ ഹൗസിലേക്ക് കയറി തുടങ്ങി. ഇപ്പോൾ ഉദാഹരണത്തിന് ജാൻമണിയുടെ കംഫർട്ട് സോൺ വിട്ട് വരാൻ പറ്റുന്നില്ല. പുള്ളിക്കാരിക്ക് വേണ്ട ബെഡ് കിട്ടണം, കിട്ടിയില്ലെങ്കിൽ പ്രശ്നം. ആ ബെഡ് കിട്ടുന്ന കാരണം ബെഡ് പോയവൻ്റെ വിഷമം വേറെ. അതേപോലെ നോറ യമുന റാണീനെ ശിക്ഷിക്കണമെന്നും പറഞ്ഞൊന്ന് ജിൻഡോ പറഞ്ഞ് അപ്പുറത്ത് പോയി പറഞ്ഞതിൻ്റെ പ്രശ്നം വലുതായി. അത് അവർ തമ്മിൽ നോക്കുന്നു. യമുന റാണി വാസ് എ ലിറ്റിൽ മെച്യൂർ ദർ സോ ദാറ്റ് ഷീ ജസ്റ്റ് ഹാൻഡിൽ ഇറ്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ലാലേട്ടൻ അത് പറയണം. നീ എന്നെ പിച്ചി മാന്തി എന്നുള്ള പ്രശ്നം കളിക്കാൻ വേണ്ടിയിട്ടല്ല നിനക്കൊക്കെ ഈ പറഞ്ഞ പോലെ 60,000 മുതൽ 2 ലക്ഷം വരെ ആഴ്ചയിൽ തരുന്നതെന്നുള്ളത്. വലിയ വിഷയങ്ങള് പ്രശ്നങ്ങളാണെന്നുള്ളൊരു തിരിച്ചറിവ് ഇവർക്ക് ആർക്കും ഇല്ല. അതുകൊണ്ടാണ് ഇവർക്ക് അവിടെ വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നാത്തത്. ഈ ചെറിയ പെറ്റി കേസിന് നടന്ന് അടികൂടുന്നത്. Is that because ഈ ടാസ്കുകളും പോറായോണ്ടാ? Exactly. എന്ത് ടാസ്ക് ആണ്. ടീം തിരിച്ചതിനോട് തന്നെ എനിക്ക് ഇൻഡിവിജ്വലി ഷൈൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ തന്നെ പോയി. ഒരു ടീമിന് വേണ്ടിയാണ് അവർ വർക്ക് ചെയ്യണേ. ഇതിപ്പോ ഒരു രസമുള്ളൊരു സെനാരിയോ ഞാൻ പറഞ്ഞു, ഒരു ഓപ്പൺ ഗെയിം എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. ഇപ്പം ജിൻഡോ എന്ന് പറയുന്ന ഒരാളും രശ്മിനും തമ്മിൽ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാന്ന് വിചാരിക്കുക. ജിൻഡോന് അർജുൻ്റെ ടീമായിട്ടാണ് കുറച്ചും കൂടി അടുപ്പം എന്ന് വിചാരിക്കുക. എന്നിട്ട് അർജുൻ്റെ ടീമിന് ഒരു പോയിന്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി സ്വന്തം ടീമിനെ ഒന്ന് ചതിക്കുന്ന സീനൊക്കെ, അങ്ങനത്തെ നെറേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ ദിസ് മേക്ക് സെൻസ്. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ടീമായിട്ട് തിരിച്ചപ്പോഴത്തേക്കും ഒരുമാതിരി ആൾക്കാർ അതെ പരിപാടി ആ സീനായി പോയി. അത് അവർക്ക് മനസ്സിലായി ഇൻഡിവിജ്വൽ ഗെയിം ഇസ് വെരി ഹാർഡ്. ടീം ഗെയിം അല്ലെങ്കിൽ ഒരാളുടെ മൂഡ് താങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരാളുടെ കൈ പിടിച്ച് നിൽക്കുന്നത്, കൈ കയറി കടിക്കുന്നതൊക്കെയാണ് കുറെ കൂടി എളുപ്പം. എനിക്ക് തോന്നുന്നു നീ പറഞ്ഞ ഈ നരേറ്റീവ് ആയിരിക്കും ബിഗ് ബോസ് ഉദ്ദേശിച്ചത്. പക്ഷെ നല്ല രീതിയിൽ അത് ഫ്ലോപ്പ് ആയി. ബിക്കോസ് അങ്ങനെയുള്ളവരെയാണ് കൊണ്ടുകയറ്റി. തീർച്ചയായിട്ടും ആരെങ്കിലും ഒരാൾ കുത്തണം, ആരെങ്കിലും ഒരാൾ ഡബിൾ ക്രോസ് ചെയ്യണം. കൺക്ലൂഷനില് ബേസിക്കലി
ക്രിയേറ്റേഴ്സിന്റെ ഇഷ്യൂ ആണ് ഈ സീസണിന്റെ ഏറ്റവും വലിയ can't blame these people at the end of the day. ബിക്കോസ് സെലക്ഷനിൽ മൂഞ്ചി, എക്സിക്യൂഷനിൽ മൂഞ്ചുന്നു, വീക്കെൻഡ് എപ്പിസോഡിൽ Implementing no creativity. I feel like ഞങ്ങള് ഇപ്പൊ since we are working in the creative field a lot, something that we always like, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആൽഗോയില് കളിക്കണോ, ലൈക്ക് ആൽഗോറിതത്തിന് കളിക്കണോ, അതോ സ്റ്റാറ്റ്സിൽ കളിക്കണോ, അതോ ക്രിയേറ്റിവിറ്റിയിൽ കളിക്കണോ. വൺ തിങ് ദാറ്റ് വി ഹാവ് ഫൈനലി ക്രാക്ട് ഇസ് ഈ മൂന്നിലും കളിച്ച്, ലൈക്ക് ആൽഗോയില് കളിച്ചിട്ട് കാര്യമില്ല, സ്റ്റാറ്റ്സിൽ കളിച്ചിട്ട് കാര്യമില്ല. യു പ്ലേ ഇറ്റ് ഓൺ ക്രിയേറ്റിവിറ്റി, everything else follows. Yes. So I feel like the Big Boss team is playing too much on algo and stats. Yeah, I mean ellam creativity alla, there needs to be a certain amount of stat and algo. You can, when you put out a creative strategy, you can use stats and algo to kind of understand, To get the info, to get that is, see, if adha it's njan parayallu working or not. Yeah, exactly. adinte മേളിൽ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. Yeah, that is true. Replicating is not the answer. Correct. Yeah, my only thing was ഈ പറഞ്ഞ പോലെ ക്രിയേറ്റിവിറ്റി, ഇപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് പ്രീവിയസ്, ഈ പറഞ്ഞ പോലെ ആൽഗോറിതത്തിന്റെ നിന്ന് കിട്ടിയ പ്രീവിയസ് ക്യാമ്പയിൻസ് നിന്ന് കിട്ടിയ ഇൻഫോർമേഷനും അതിന്റെ സ്റ്റാറ്റ്സും വെച്ചിട്ട് യു ക്യാൻ മേക്ക് എ ന്യൂ സംതിങ് ന്യൂ ആൻഡ് യുനോ വാക്കുമല്ലോ കിട്ടുന്നില്ല. സോ എന്തെങ്കിലും ഒരു പുതിയൊരു ക്രിയേറ്റീവ് സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഫോർ ദാറ്റ് യു ക്യാൻ യൂസ് ഇതിന് മുന്നത്തെ എന്താണ് ക്യാമ്പയിൻസിൽ അവിടെ വർക്ക് ചെയ്ത ആൽഗോറിതത്തിന്റെ അതിന്റെ സ്റ്റാറ്റ്സും നമ്പേഴ്സും വെച്ചിട്ട് യു ക്യാൻ മേക്ക് സംതിങ് ന്യൂ. പക്ഷെ അവിടെയും ഇൻവെന്റ് ചെയ്യേണ്ട ആവശ്യം. അതെ, അവിടെ ഈ പറഞ്ഞ പോലെ റെപ്ലിക്കേഷൻ അല്ല. യൂസ് ദ ഗുഡ് സ്റ്റാറ്റ്സ്, യൂസ് ദ നമ്പേഴ്സ്, സ്റ്റഡി ദ നമ്പേഴ്സ്, ക്രിയേറ്റ് സംതിങ് ആബ്സല്യൂട്ട്ലി ന്യൂ ആൻഡ് ദെൻ ട്രൈ ടു പുഷ് ഇറ്റ് ഔട്ട്. ഏതൊരു സാധനത്തിന്റെ അകത്തും കോറായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാവും. ആ കോറിനെ വെച്ചിട്ട് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അവിടെയാണ് ഈ സ്റ്റാറ്റ്സോ ആൽഗോ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം സംഭവം ബിഗ് ബോസ് ആണ് മാറ്റി പിടിക്കേണ്ടത്. യു ആർ എക്സ്പെക്ടിങ് ദ കോntestants അല്ലെങ്കിൽ ഓഡിയൻസ് ടു മാറ്റി പിടിക്കുക. ഫസ്റ്റ് യു മാറ്റി പിടിക്കുക. ഓക്കെ ഗായ്സ്, സോ എനിക്ക് തോന്നുന്നു PR-ഉം ആൻഡ് ഓൾസോ എന്തൊക്കെ കാര്യങ്ങളാണ് ലാലേട്ടൻ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യേണ്ടതെന്നും വി ഹാവ് ടു കൈൻഡ് ഓഫ് ഡിസൈഡഡ്. ഇറ്റ്സ് നോട്ട് വി ആർ സിറ്റിംഗ് ആൻഡ് ഡിസൈഡിങ്. ഐ മീൻ എൻഡ് ഓഫ് ദി ഡേ ദേ ഡൂയിങ് ഇറ്റ്. സോ അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ ഒബ്വിയസ്ലി. ആൻഡ് ഓൾസോ നമ്മൾ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എപ്പിസോഡിൽ നമ്മൾ അപ്സരനെയും ശ്രീരേഖനെയും കുറിച്ചിട്ട് അധികം ഒന്നും മെൻഷൻ ചെയ്തില്ല എന്ന് കുറേ കോമൻസ് കണ്ടു. ബിക്കോസ് ഒബ്വിയസ്ലി വി ഇന്റൻഷനലി ഡിഡ്ന്റ് മെൻഷൻ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, നിങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടോ എന്ന്. ആൻഡ് വി റിയലൈസ്ഡ് മൈ ഓഡിയൻസ് ആർ ഓഡിയൻസ്, യു ഗൈസ് ആർ അമേസിങ്. നിങ്ങളെല്ലാം നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഗ്രേറ്റ്. ഞാൻ അപ്സരനെയും ശ്രീരേഖനെയും കുറിച്ച് പറയുകയാണെങ്കിൽ ഐ എം റിയലി ഹാപ്പി ദാറ്റ് 2 female contestants are actually being there and putting their stance very properly, very openly. അവർ രണ്ടുപേരും ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് അപ്സര ഹാസ് ഓൾസോ ഇംപ്രൂവ്ഡ് എ ലോട്ട്. കാരണം എല്ലാ കാര്യങ്ങൾക്കും കറക്റ്റ്, അതിലും കുറേ കാര്യങ്ങളും വളരെ ശരിയാണ്. ആൻഡ് ഈവൻ ഐ ക്യാൻ സീ കുറേ ആൾക്കാർ അവരുടെ ഫേവറേറ്റ് മെയിൽ കണ്ടസ്റ്റന്റ്, ഫേവറേറ്റ് ഫീമെയിൽ കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അപ്സരന്റെ പേര് തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. ബിക്കോസ് ഷീ ഈസ് ഡൂയിങ് ഇറ്റ് റൈറ്റ്. കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ഗെയിം പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ഗുഡ്. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ ഗെയിം ഷോ ഓൾസോ, നോട്ട് ജസ്റ്റ് എ ഗെയിം ഷോ, ഇറ്റ്സ് എ റിയാലിറ്റി TV show, a game show also. So with that, we have come to the end of the DSP podcast. Yes, DSP is already podcast. Sorry guys, so we have come to the end of the double standard podcast. Okay, whatever it is. Okay guys, thank you. Yeah, you have something to say. Double standard podcast. Yeah, iniyonnu maatikkonakam. So thank you so much for watching. So keep supporting, like share, subscribe guys. Bye. Like share, subscribe. I love you guys. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു അടിപൊളി പ്ലെയർ ആയിട്ട് തോന്നിയായിരുന്നു. പക്ഷേ ആൾക്കൊരു സെഗ്മെന്റ് കഴിഞ്ഞതിന് ശേഷം തീരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായി ചെറുതായിട്ട് ഫ്ലിപ്പ് ആവുന്നുണ്ട്. നല്ലൊരു ഗെയിമറാണ്. I think she's a good player, but ഇടയ്ക്ക് ഗുഡ് പ്ലെയർ മാത്രമല്ല, ഷീ ഈസ് വെരി ടാലന്റഡ്. ലൈക്ക് പുള്ളിക്കാരത്തേക്ക് അത്യാവശ്യം സ്കിൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഇമോഷണലായി ഷീ ജസ്റ്റ് ഗിവ്സ് ഇറ്റ് അപ്പ്.
മേക്ക് സെൻസ്. റിയാസ്? ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് ഉണ്ടാവേണ്ട എല്ലാ കുറച്ച് ടേസ്റ്റുകളും ഉള്ള ഒരാൾ തന്നെയാണ്. ഷീ അണ്ടർസ്റ്റാൻഡ്സ് ദ ഗെയിം എന്താണെന്ന് അറിയാം, ഫൈറ്റ് ചെയ്യേണ്ടടുത്ത് ഫൈറ്റ് ചെയ്യാൻ അറിയാം, കരയേണ്ടടുത്ത് കരയാൻ അറിയാം, നാടകം കളിക്കേണ്ടടുത്ത് നാടകം കളിക്കാനും അറിയാം, സ്കില്ല് കാണിക്കുന്നിടത്ത് അതിനും അറിയാം, ലീഡർഷിപ്പ് കാണിക്കുന്നിടത്ത് അതും അറിയാം. സോ എനിക്ക് തോന്നുന്നു എല്ലാം ഉണ്ട്. ഷീ ഈസ് എ ഗുഡ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്. സോ ലെറ്റ്സ് സീ. എനിക്ക് തോന്നുന്നു കുറെ നാൾ പോവുകയും ചെയ്യും, ഉണ്ടാവും അവസാനം വരെ പ്രോബ്ലം. എനിക്കും തോന്നുന്നുണ്ട്. ശ്രീ? എൽവിസ് പറഞ്ഞ പോലെ ആള് ഫസ്റ്റ് വീക്ക് വന്നപ്പോൾ സെറ്റ് ആയിരുന്നു. വി ആർ വെരി ഹാപ്പി ടു സീ ഫൈനലി എ ഫീമെയിൽ കണ്ടസ്റ്റന്റ് ഹൂസ് ഗോട്ട് എവറിത്തിങ്. പക്ഷെ ഒരു ലാസ്റ്റ് 2 days ആയിട്ട് കുറച്ചൊന്ന് ഡിസോറിയന്റഡ് ആയി തുടങ്ങി വിത്ത് ദ പ്രഷർ ആൻഡ് എവറിത്തിങ്. പവർ ടീമിന്റെ ഇതും ഒക്കെ ഒന്ന് കീ പ്രശ്നമൊക്കെ ആയിട്ട് ആളൊന്ന് ഇതായി തുടങ്ങി. ഇപ്പൊ പതുക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടായി തുടങ്ങി ഭയങ്കരമായിട്ട്. അപ്പൊ അത് അഫക്ട് ചെയ്യാതെ ഇഫ് ഷീ കംസ് ബാക്ക് പറഞ്ഞല്ലോ ഷീ ഈസ് ഗോയിങ് ടു ഗോ വേ ലോങ്. ഓക്കെ. ഐ ഫീൽ ലൈക്ക് ഷീ ഈസ് എ ഗുഡ് ലീഡർ. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് പവർ ടീം പല സമയത്തും തെറ്റി പോകുമ്പോഴേക്കും പുള്ളിക്കാരിക്കാണ് ഉള്ളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യണം ആ ഒരു തീ ഉള്ളത് പുള്ളിക്കാരിയിലാണ്. നല്ലൊരു ആക്ടറാണ്, നല്ല ഒരുപാട് കഴിവുകളുള്ളൊരു നല്ല സുന്ദരി ചേച്ചി. ഇല്ല, എനിക്ക് ഭയങ്കര ഒരു ആ ഒരു ഫീലാണ് പുള്ളിക്കാരി എടുത്തത്. Okay, I would like to disagree with all three of you because Please do. Yeah, I mean, that's the beauty of this thing, by the way. Yeah. Because we don't all have to agree on everything. Same thing, yeah. So എൻ്റെ point is, ഞാൻ ഒറ്റ ലൈനിൽ തന്നെ അത് പറഞ്ഞു തീർക്കാം. I feel like she is somebody who always needs a catalyst. First week രതീഷ് ആയിരുന്നു. രതീഷ് പോയി കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു ഡൗൺ ആയിരുന്നു. ഇപ്പോൾ പുതിയ കാറ്റലിസ്റ്റിനെ തപ്പിക്കൊണ്ടിരിക്കുക എന്നാണ് എൻ്റെ റഡാറിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് ഇതേമാതിരി ഒരാളെ കിട്ടി, ബോസ് ആവാൻ പറ്റുന്ന രീതിയിൽ ഒരാളെ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ടീച്ചർ കളിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടിയാൽ പുള്ളിക്കാരി വീണ്ടും സ്ട്രോങ് ഗെയിമറാന്ന് നിങ്ങൾ അടുത്ത ആഴ്ച തന്നെ വന്ന് ഇവിടെ പറയുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ എൽവിസ്, അപ്സര അടുത്തത്. അപ്സര നല്ലൊരു സംസാരിക്കാൻ നല്ലോണം അറിയാം, വളരെ നല്ല രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ ഗെയിം കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളാണ്. ബട്ട് ഇടയ്ക്ക് ഇങ്ങനെ കരച്ചില് വരും, കരഞ്ഞ് കയ്യിൽ നിന്ന് പോകും. മനുഷ്യനല്ലേ ഉള്ളത്? പക്ഷെ അതും കൊണ്ടും കുറെ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. ഓക്കെ. അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, കരഞ്ഞ് ആ ഒരു ഇമോഷനിൽ അങ്ങോട്ടായി പറയാനുള്ള പോയിന്റ് വരെ മറന്നു പോകും. അപ്പോ സ്ട്രോങ് അണ്ടർസ്റ്റാൻഡ് ആവേണ്ട ഒരാളാണ്. ഒന്നില്ലെങ്കിൽ കരഞ്ഞ് തഴമ്പിക്കും, അല്ലെങ്കിൽ കരഞ്ഞ് പോകും. Kevin, I don't have a strong opinion about her. Relevant. എനിക്ക് തോന്നുന്നു നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന, ഇനിയും നല്ല നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന്. എനിക്ക് തോന്നുന്നു കുറെ സ്റ്റാൻഡ് എടുക്കുന്നതും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് സംസാരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാതെ നിർത്തേണ്ട സാധനങ്ങൾ ചിലടത്ത് നിർത്തുന്നുണ്ട്. സോ ഗുഡ് ക്വാളിറ്റീസ് ഐ സി. കുറച്ചു നാൾ എന്തായാലും പോകും ഫോർ ഷുവർ. ശ്രീ? അത്യാവശ്യം ഗുഡ് പ്ലെയർ ആണ്. ആൾക്ക് ഡിറ്റർമിനേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ക്യാപ്റ്റൻസി ടാസ്കിലൊക്കെ കണ്ടതാണ്. പക്ഷെ ഒറ്റ കുഴപ്പമുള്ള ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ പൊട്ടിക്കരയും. അപ്പൊ ആ ദേഷ്യം വന്ന ഇപ്പൊ ചിലർക്കുണ്ട്, ഇപ്പൊ ഞാനൊക്കെ അങ്ങനെയാണ്, ദേഷ്യം മൂർത്തിന്യ അവസ്ഥയിലെത്തുമ്പോ ഒരൊറ്റ കരച്ചിലാണ്. എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അയ്യോ എന്നും പറഞ്ഞ് പ്രശ്നം തീർക്കേണ്ട ക്യാപ്റ്റനെ എല്ലാവരും കൂടെ ചേർന്ന് സമാധാനിപ്പിക്കേണ്ട അവസ്ഥയായി. ബട്ട് അതൊന്ന് കൺട്രോൾ ചെയ്ത് ഐ തിങ്ക് ഷീ കൻ ഗോ ആൻഡ് പ്ലേ വെരി വെൽ. എനിക്ക് തോന്നിയിട്ടുള്ളത് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ക്രിസ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. പക്ഷെ ഈ പറയുന്ന പോലെ കുറച്ച് ഇമോഷണലി വീക്ക് One second. You guys are talking about Apsara. അപ്സര ക്യാപ്റ്റൻ ആണ് ഇപ്പോഴത്തെ. He said Charanya, no? No. Apsara. Oh, okay. Flip. Land guard. എന്താ മനെ? Apsara പറ്റിയാണ് സംസാരിക്കുന്നത്. Then I have opinion. ആരാണ് വിചാരിച്ച I am thinking Charanya. സോ ഐ ഫീൽ ലൈക്ക് ഷീസ് എ നല്ല പ്ലെയർ ആണ്, നന്നായി സംസാരിക്കാൻ അറിയാം, പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് പോയിന്റും വാലിഡ് ആയിട്ട് ക്രിസ്പായിട്ട് പറയാൻ അറിയാം. ആൻഡ് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ്റെ ഇടയിൽ നല്ല രീതിയിൽ പോയിന്റ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യിപ്പിക്കാനും പുള്ളിക്കാർക്ക് അറിയാം. പക്ഷേ ഇമോഷണലി വീക്ക് ആയതുകൊണ്ട് പല സമയത്തും ഇടയ്ക്കിടയ്ക്ക് പോയി കുത്തിയിരിക്കാറുണ്ട്. അങ്ങനെ ഐ ചേഞ്ച് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്, സങ്കടപ്പെട്ടിരിക്കാറുണ്ട്.